ഒന്നൊന്നര മാസമായിട്ട് ഇതിന്റെ മീറ്റിങ്ങുകൾ എല്ലാ ചൊവ്വാഴ്ചയും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവിന്റെ ദാസൻ അതിന് വേണ്ട ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഇത് 6ാമത്തെ മീറ്റിംഗ് ആണ്. നമ്മൾ ഈ കോവിഡ് പ്രശ്നം ഉണ്ടായതിനു ശേഷം 6ാമത്തെ മീറ്റിംഗ് ആണ് ഇന്നത്തെ ഈ കൂടിവരവ്. സ്തോത്രം. ഇന്നത്തെ നമ്മുടെ മീറ്റിംഗില് ദൈവ സാന്നിധ്യം കൂടി ഇരിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയോടെ ഇരുന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഇവിടുന്ന് പ്രാപിക്കുവാൻ സാധിക്കുകയുള്ളൂ. സ്തോത്രം. അത് കാരണം നമ്മള് വളരെ ആത്മാർത്ഥമായിട്ട് ദൈവസന്നിധിയിൽ നമുക്ക് സ്തോത്രം പാടുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ഒക്കെയും ചെയ്യാം. നല്ല വചന ശുശ്രൂഷയ്ക്കായിട്ട് കർത്താവിന്റെ ദാസൻ വന്നിട്ടുണ്ട്. എനിക്ക് നല്ലവണ്ണം അറിയാവുന്ന പ്രിയപ്പെട്ടവനാണ്. പേര് കേട്ടപ്പോൾ മനസ്സിലായില്ലേ, ഞാൻ ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് വളരെയധികം പരിചയമുള്ള ആളാണല്ലോ. സ്തോത്രം. ദൈവമായിട്ട് ഒന്നിച്ചൊരു കൂട്ടായ്മ ഭൂമിയിൽ ദൈവം ഒരുക്കി. പല സ്ഥലത്തും ചർച്ച് ഓഫ് ഗോഡിന്റെ പല മീറ്റിംഗുകളിൽ ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, ഒന്നിച്ച് കൂട്ടായ്മ ആചരിച്ചിട്ടുണ്ട്. അതൊക്കെ ദൈവം തന്ന വലിയ സമയമായിട്ട് ഞാൻ ഓർക്കുവാണ്. സ്തോത്രം. ഇന്നത്തെ നമ്മുടെ പ്രെയർ മീറ്റിംഗിന് സ്തോത്രം പാട്ടുപാടി ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് നാം ഒരുങ്ങുകയാണ്. സ്തോത്രം. ഇന്നത്തെ നമ്മുടെ പാട്ട് ശുശ്രൂഷയ്ക്കായിട്ട് സിസ്റ്റർ കേസിയ സജിയാണ് പാട്ടുപാടി ആരാധിച്ച് ഇന്ന് നമുക്ക് ഒന്നിച്ച് പ്രൈസ് ആൻഡ് വർഷിപ്പ് നമുക്ക് ഒന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ വളരെ പ്രാർത്ഥനയോടെ എല്ലാവരും സഹകരിച്ചാട്ടെ. സിസ്റ്റർ കേസിയ. സൗണ്ടില്ല. ഇല്ല, കേൾക്കാൻ പറ്റുന്നില്ല. നെറ്റ് പ്രോബ്ലം ചെറുതായിട്ട് വരുന്നുള്ളൂ. ആണോ? എന്തോ സാങ്കേതിക തടസ്സമാണ്. ചെറുതായിട്ട് കേൾക്കാം, ചെറുതായിട്ട്. എന്നാ സൗണ്ട് ഒന്ന് കൂട്ടിയാ മതി. ഓക്കെ, എന്നാ ഒരു കാര്യം ചെയ്യും. മഹേഷ് ആചാര്യ ഒരു പാട്ട് പാട്. ഇടയ്ക്ക് സംഗീതത്തിന് വായിച്ചു കഴിഞ്ഞ് സാഹചര്യം പാടിക്കോളൂ. അങ്ങനെയെങ്കിൽ പാസ്റ്റർ മഹേഷ് ഒരു പാട്ട് പാടുന്നതായിരിക്കും. സിസ്റ്ററിന്റെ മൈക്കൊക്കെ ശരിയായിട്ട് വരും. നമുക്ക് പിന്നെ വർഷിപ്പിനെ തുടങ്ങാം. ഹല്ലേലൂയ. സ്തുതിക്കുന്നു കർത്താവേ. സ്തോത്രം. ആശ വന്നെന്ന് തോന്നുന്നു. ശരിയായോ? ശരിയായെന്ന് തോന്നുന്നു. കേക്കാം. പ്രൈസ് ലോർഡ്. എല്ലാവർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. ഞാൻ ഫിലിപ്പ് അങ്കിളിനെ ഓർത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വളരെ നാൾക്ക് ശേഷമാണ് ഞങ്ങൾക്ക് ഒരുമിച്ച് ഇങ്ങനെ ഒരു കൂട്ടായ്മ ദൈവമായ കർത്താവ് തന്നെ. ആനിന്റെ പപ്പ എന്നാണ് കൂടുതലായി അറിയപ്പെടുന്നത് അങ്കിള്. ഞാൻ ആ കുടുംബത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അവിടെ ഇവിടെയായി പരിപാലിക്കുന്ന ദൈവിക വിശ്വസ്തകളെ ഓർത്ത് ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഇന്നത്തെ ഈ സന്ധ്യാസമയത്ത് ഒരുമിച്ച് ഹല്ലേലൂയ പാട്ടുകളെ പാടി ദൈവത്തെ ആരാധിക്കാം. ഗഹരെ പ്യാർ സേ തൂനെ പ്യാർ കിയാ, ഗഹരെ പ്യാർ സേ तूने प्यार किया, माँ से गहरा है प्यार तेरा, माँ से गहरा है प्यार तेरा। तू धन्य है, सर्वश्रेष्ठ है, तेरे जैसा नहीं और कोई। तू धन्य है, सर्वश्रेष्ठ है, तेरे जैसा नहीं और कोई। हालेलुया हालेलुया
छोड़कर जाऊं मैं कहाँ, तुझे छोड़कर जाऊं मैं कहाँ, तेरे साथ साथ मैं चलूंगा। एक नूर के समान रहूंगा। तू धन्य है, सर्वश्रेष्ठ है, तेरी जैसा नहीं और कोई। तू धन्य है, सर्वश्रेष्ठ है, तेरी जैसा नहीं और कोई। हालेलुया, 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 हालेलुया। तुझे मैं कभी भूलूंगा नहीं, तुझे मैं कभी भूलूंगा नहीं, तेरे साथ साथ मैं चलूंगा। एक नूर के समान रहूंगा। तू धन्य है, सर्वश्रेष्ठ है, तेरे जैसा नहीं और कोई। तू धन्य है, सर्वश्रेष्ठ है, तेरे जैसा नहीं और कोई। हालेलुया, 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 आमीन, हालेलुया। परमेश्वर पिता ने अब तक हमें संभाला, हमें सुरक्षित रखा। आमीन। सारी सृष्टि पुकार कर उसको स्तुति और धन्यवाद दिन प्रतिदिन देती है। हालेलुया। उसके हाथों से सिरजे हुए हम सभी मनुष्य, हमारे ये कर्तव्य बनता है कि हम भी उसकी स्तुति और महिमा करें, उसको धन्यवाद अर्पण करें। आइए, हालेलुया, हम भी सारी सृष्टि के साथ हालेलुया उसके नाम को और ऊंचा उठाए। आमीन, हालेलुया। सारी सृष्टि के मालिक तुम ही हो, सारी सृष्टि के रक्षक तुम ही हो, करते हैं तुझको सादर प्रणाम, गाते हैं सारे सृष्टि के मालिक तुम ही हो, सारी सृष्टि के रक्षक तुम ही हो, करते हैं तुझको सादर प्रणाम, गाते हैं तेरे ही गुणगान। हालेलुया,
सारी सृष्टि को तेरा सहारा, सारे संकट से हमको बचाना, तेरे हाथों में जीवन हमारा है, अपने राह पर हमको चलाना। सारी सृष्टि को तेरा सहारा, सारे संकट से हमको बचाना, तेरे हाथों में जीवन हमारा है, अपनी राह पर हमको चलाना। आहा हा हालेलुया, 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 आमीन। अब दूर नहीं है किनारा, धीरज को हमारे बढ़ाना, जीवन की हमारी इस नैया को भव सागर में खोने न देना। अब दूर नहीं है किनारा, धीरज को हमारे बढ़ाना, जीवन की हमारी इस नैया को भव सागर में खोने न देना। आहा हा हालेलुया, 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 आमीन। हालेलुया, हालेलुया। प्रभु परमेश्वर, हालेलुया, हम तेरी उपस्थिति में आते हैं। हालेलुया प्रभु जी, इस सुंदर समय के लिए हम तेरी धन्यवाद और स्तुति महिमा करते हैं प्रभु जी। हालेलुया, आमीन। अनेक लोग इस दुनिया को इस शाम की ओर छोड़कर चले गए प्रभु जी, तूने हमें जीवित और सुरक्षित रखा है। हमें ही नहीं, हमारे सारे परिवारजनों को भी सुरक्षित रखा, संभाला। इसके लिए हम तुझे तहे दिल से धन्यवाद करते प्रभु जी। हालेलुया, इस मीटिंग में हालेलुया आमीन आराधना करने के लिए तूने हमें सहायता की, इसलिए हम तुझे धन्यवाद और स्तुति महिमा करते प्रभु जी। तेरे हाथों में हालेलुया आगे की हर एक बातों को सौंपते, हर एक सेवकाई को हालेलुया अपनी आत्मा के द्वारा आमीन तू अगुवाही कर प्रभु जी। हालेलुया, आमीन, हालेलुया। हर एक बातों को तेरे हाथों में सौंपते हैं। आमीन, आदर और महिमा हम तुझे देते हैं। आमीन, प्रार्थना सुना इसलिए धन्यवाद, यीशु मसीह के नाम में मांगते, सुनो, दया से ग्रहण कर प्यारे पिता, आमीन। ആമേൻ. പ്രൈസ് ദി ലോർഡ്. മനോഹരമായ പാട്ട്, ആത്മീയ അർത്ഥമുള്ള പാട്ട് ഹിന്ദിയിൽ പാടി ദൈവത്തെ സ്തുതിപ്പാനും ആരാധിപ്പാനും നമ്മെ ദൈവം സഹായിച്ചല്ലോ. പ്രിയ സഹോദരിയെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇനിയും കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാൻ ദൈവം ബലപ്പെടുത്തട്ടെ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. അടുത്ത പ്രോഗ്രാമിന് നമ്മുടെ സ്തോത്രം സാംസ് റീഡിംഗ് ആണ്. സാംസ് റീഡിങ്ങിനായിട്ട് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ മഹേഷ് ആചാര്യയെ അതിനായി ക്ഷണിക്കുകയാണ്. സങ്കീർത്തനം വായിക്കുമ്പോൾ നമ്മൾ എല്ലാവരും നമ്മുടെ മൈക്ക് ഓഫ് ചെയ്തിട്ട് കൂടെ നമുക്ക് വായിക്കാം എന്നിട്ട്, എന്നാൽ മൈക്ക് ഓഫ് ചെയ്ത് വെച്ചേക്കുക. അത് കഴിഞ്ഞ് ഒരു പാട്ടുപാടി അദ്ദേഹം ആരാധന ഒരു അല്പസമയം, നമുക്ക് സമയം കുറവാണെങ്കിലും ഉള്ള സമയത്തിനകത്ത് ഒരു പാട്ടുപാടി ആരാധിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് അത് നിർത്തുന്നതായിരിക്കും. പാസ്റ്റർ മഹേഷ്.
ഹല്ലേലൂയ. നമുക്ക് സങ്കീർത്തനം 46 വായിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം. സങ്കീർത്തനം 46, Psalms 46. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. 46. परमेश्वर हमारा शरण स्थान और बल है, संकट में अतिशय से मिलने वाला सहायक। इस कारण हमको कोई भय नहीं, चाहे पृथ्वी उलट जाए और पहाड़ समुद्र के बीच में डाल दिए जाए, चाहे समुद्र गरज उठे और फेन उठाए और पहाड़ उसकी बाढ़ से कांप उठे। एक नदी है जिसकी नहरों से परमेश्वर के नगर में अर्थात परम प्रधान के पवित्र निवास स्थान में आनंद होता है। परमेश्वर उस नगर के बीच में है, वह कभी टलने का नहीं। फो फटते ही परमेश्वर उसकी सहायता करता है। जाति जाति के लोग झल्ला उठे, राज्य राज्य के लोग डगमगाने लगे। वो बोल उठा और पृथ्वी पिघल गई। सेनाओं का यहोवा हमारे संग है, याकूब का परमेश्वर हमारा ऊंचा गढ़ है। आओ यहोवा के महाकर्म को देखो कि उसने पृथ्वी पर कैसा कैसा उजाड़ किया है। वो पृथ्वी को छोर तक की लड़ाई को मिटा, दर्श को तोड़ता और भाले को 2 टुकड़े कर डालता है और रथों को आग में झोंक देता है। चुप हो जाओ और जान लो कि मैं ही परमेश्वर हूँ। मैं जातियों में महान हूँ, मैं पृथ्वी भर में महान हूँ। सेनाओं का यहोवा हमारे संग है, याकूब है। हालेलुया, हालेलुया, हालेलुया। थैंक यू लॉर्ड, हालेलुया। प्यारे खुदा, इस अच्छे भजन संगीता के लिए धन्यवाद प्रभु, आपकी दया और अनुग्रह के लिए धन्यवाद। जिस तरह भजन संगीता लिखने वाला कहता है, चुप हो जाओ और जान लो कि मैं ही परमेश्वर हूँ, मैं जातियों में महान हूँ, मैं पृथ्वी भर में महान हूँ। हालेलुया, हालेलुया। और परमेश्वर का वादा हमसे ये कहता है, सेनाओं का यहोवा हमारे संग है, याकूब का परमेश्वर हमारा ऊंचा गढ़ है। हालेलुया। सेनाओं का यहोवा हमारे संग है, याकूब का परमेश्वर हमारा ऊंचा गढ़ है। इस कोरोना के बीच में, इस तकलीफों के बीच में, इस महामारी के बीच में, इन संघर्षों के बीच में, इन तकलीफों के बीच में, इन कठिनाइयों के बीच में, सेनाओं का यहोवा हमारे संग है, याकूब का परमेश्वर हमारा ऊंचा गढ़ है। हालेलुया। थैंक यू लॉर्ड इन द नेम ऑफ जीसस। हालेलुया। तेरे नाम को हम धन्यवाद देते हैं प्रभु जी। ये अच्छा भजन संगीत आपने हमें आशीष करके दिया, इसके लिए धन्यवाद। मेरे खुदावन, हमें मालूम है हालेलुया प्रभु, मत्ती रचित सुसमाचार में जिस तरह आपने लिखा है खुदावन, जगत के अंत तक मैं तुम्हारे साथ हूँ, मैं ना तुम्हें छोड़ूंगा और ना तुम्हें त्यागूंगा। उस वचन को प्रभु जी आपने हमारे जीवन में पूरा करके रखा है खुदा। हालेलुया। दुनिया भर में इतना तकलीफ है, परंतु प्रभु आपने हमें संभाले रखा है, आप हमें चलाते हैं, आप हमें बनाते हैं, संभालते हैं, इसके लिए धन्यवाद। थैंक यू लॉर्ड इन द नेम ऑफ जीसस। हालेलुया। थैंक यू लॉर्ड, थैंक यू लॉर्ड। ओ वी वर्शिप यू लॉर्ड, वी वर्शिप यू लॉर्ड। ओ जीसस, हम आपको धन्यवाद देते हैं, धन्यवाद देते हैं। ओ जीसस, हालेलुया, 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 हालेलुया। मेरे चेहरे पे तेरी रोशनी चमके, मेरी बातों से तेरी खुशबू महके, मेरे चेहरे पे तेरी रोशनी चमके, मेरी बातों से तेरी खुशबू महके, मेरा जीवन बने तेरी स्तुति का स्थान, तेरी प्रशंसा करती मेरी जुबान, मेरा जीवन बने तेरी स्तुति का स्थान, तेरी प्रशंसा करती मेरी जुबान। यीशुआ, 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 मेरे मन में समा जा, यीशुआ, मेरे मन में समा जा, यीशुआ। हालेलुया। यीशुआ, समा जा, यीशुआ, थैंक यू लॉर्ड। हालेलुया। खुदावन परमेश्वर, आज के प्रभु जी दिन को मैं आपके पवित्र हाथ में सौंपता हूँ।
जूम प्लेटफॉर्म में आए हुए हर एक प्रभु जी, आपके दास आपके दासियों को प्रभु जी, आपके भक्तजनों को मैं आपके पवित्र हाथ में देता हूं परमेश्वर। हालेलुया। मेरे चेहरे पे तेरी रोशनी चमके खुदा, हमारे चेहरे पे तेरी रोशनी चमके, हमारी बातों से हालेलुया तेरी हालेलुया प्रभु जी मधुरता हालेलुया लोगों के अंदर फैल जाए प्रभु जी। ओ हमारा जीवन तेरे स्तुति का स्थान बने खुदा, हमारे जीवन से आपके नाम को महिमा मिले खुदा। भजन संगीता के द्वारा आपने आशीष किया, इसके धन्यवाद प्रभु। इन सारे तकलीफों के बीच में, परेशानी के बीच में यहोवा परमेश्वर हमारे सेनाओं का यहोवा हमारे संग है। परमेश्वर ऊंचा गढ़ है, एक अच्छा प्रभु जी हालेलुया प्रभु जी पिता परमेश्वर हालेलुया खुदावन मेरे पिता परमेश्वर बल आपने हमको दिया, एक अच्छा प्रभु जी पिता प्रफुल्लित वचन आपने हमको दिया मेरे खुदावन। हमारे जीवन को प्रभु जी मेरे खुदावन प्रभु जी आपने संतुष्ट भर दिया, इसके धन्यवाद देते हैं प्रभु जी। इस भजन संगीता को हम सबके ऊपर आशीष करके दे खुदा, इस आईबीएम की मीटिंग को अनुग्रह करे, आशीषित करे, हर एक लोगों के लिए आशीष का कारण बने। प्रार्थना आपने सुना, इसके धन्यवाद। छोटी सी प्रार्थना यीशु के नाम से मांगते हैं, सुनो ग्रहण कर प्यारे पिता, आमीन। आमीन। മ്യൂട്ടാ മ്യൂട്ടാ കേൾക്കുന്നില്ല. കേൾക്കുന്നില്ല. ഹല്ലേലൂയ സ്തോത്രം. നല്ല സങ്കീർത്തനത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ സ്തോത്രം. ഇതിന്റെ 7-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിച്ചു, സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെ ഉണ്ട്, യാക്കോവിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. സ്തോത്രം. നല്ലൊരു വാക്യം. നമ്മൾ ജീവനുള്ള ദൈവം നമ്മോട് കൂടെ ഉണ്ട്, സൈന്യങ്ങളുടെ യഹോവ. ഹല്ലേലൂയ സ്തോത്രം. ഭൂമിയുടെ പല ഭാഗങ്ങളിൽ നിന്ന് പലവിധമായിട്ടുള്ള പ്രയാസങ്ങളുടെയും പ്രശ്നങ്ങളുടെയും നടുവില് ജനങ്ങളെ വളരെ ദുഃഖത്തോടും പ്രശ്നത്തോടും പ്രയാസങ്ങളോടും നിരാശയോടും കഴിയുമ്പോൾ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾക്കുള്ള ഒരു പ്രത്യാശ, ദൈവം നമ്മോട് കൂടെ ഉണ്ട്, യഹോവ നമ്മോട് കൂടെ ഉണ്ട്. അതാണ് നമ്മുടെ പ്രത്യാശ തന്നെ. സ്തോത്രം. ഹല്ലേലൂയ. നല്ല സങ്കീർത്തനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് വായിച്ച് ഹല്ലേലൂയ സ്തോത്രം അല്പമായി ദൈവത്തെ ആരാധിപ്പാൻ ഒരു പാട്ടുമൊക്കെ പാടി കർത്താവിന്റെ ദാസനെ ദൈവം അതിനായി ഒരുക്കിയല്ലോ. നന്ദിയോട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ടവരെ ഞാൻ അഭിനന്ദിക്കാണ്. സ്തോത്രം. അടുത്തായിട്ട് നമുക്ക് ഹല്ലേലൂയ സ്തോത്രം. വളരെ സമയം നമുക്ക് കുറവാണല്ലോ, എങ്കിൽ തന്നെയും പ്രാർത്ഥന, എല്ലാറ്റിനും ഉപരിയായിട്ട് പ്രാർത്ഥനയാണ് ദൈവം. നമ്മുടെ പ്രസംഗമോ മറ്റുള്ള കാര്യങ്ങളെക്കാളൊക്കെ ഇമ്പോർട്ടൻസ് ആരാധനയും പ്രാർത്ഥനയുമാണ്. നമ്മൾ അനേക വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ വാസ്തവമായി സ്തോത്രം നമ്മോട് കൂടെയുള്ള യഹോവ, ജീവനുള്ള ദൈവം നമ്മുടെ ദുർഗമാണ്. ആ യഹോവയുടെ സന്നിധി അടുത്ത് വരുമ്പോൾ നമ്മൾ അനേക വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. നമ്മിൽ നിന്നും അതാണ് ദൈവം ആഗ്രഹിക്കുന്ന. സ്തോത്രം. ഇന്ന് അനേകരുടെ വിഷയങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. പ്രിയപ്പെട്ട സ്തോത്ര കർത്താവിന്റെ ദാസനെ പാസ്റ്റർ VC ജസ്റ്റിനെ ഇന്ന് നമ്മുടെ പ്രാർത്ഥന ലീഡ് ചെയ്യുന്നതായിരിക്കും. തന്നെ അതിനായി ഞാൻ ക്ഷണിക്കുകയാണ്. സ്തോത്ര സ്ക്രീനിൽ വന്നിട്ടുണ്ടല്ലോ. പ്രിയപ്പെട്ട സ്തോത്ര ദൈവദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തന്റെ സഭയും സുരക്ഷയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഇടയ്ക്ക് മീറ്റിംഗിനായിട്ട് കടന്നു വരുവാൻ ദൈവം തന്നെ ബലപ്പെടുത്തിയല്ലോ. സ്തോത്രം. ഇന്ന് തനിയെ ഏൽപ്പിച്ചിരിക്കുന്ന വിഷയങ്ങൾ, ഇന്ന് വിഷയങ്ങൾ ഇല്ലെന്ന് പറയാനുള്ള ഭൂമിയിൽ ഇഷ്ടംപോലെ വിഷയങ്ങളുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ. അതില് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള സെലക്ട് ചെയ്ത് 2, 3, 4 വിഷയങ്ങള് ഓർത്ത് അദ്ദേഹം നമ്മളെ ലീഡ് ചെയ്യും. നമുക്കെല്ലാം ഒന്നിച്ച് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ആർക്കെങ്കിലും പ്രാർത്ഥനാ വിഷയം ഉണ്ടെങ്കിൽ അതിനുള്ള സമയം അദ്ദേഹം തരുമ്പോൾ പ്രാർത്ഥനാ വിഷയം പറയാമെങ്കിൽ ആ വിഷയം കൂടെ ഓർത്ത് നമ്മളെ പ്രാർത്ഥിക്കുന്നതായിരിക്കും. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ VC ജസ്റ്റിനെ ഞാൻ അതിനായി ക്ഷണിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിക്കുവാനായിട്ടുള്ള ഈ സമയത്തെ വിനിയോഗിക്കത്തക്ക രീതിയിൽ പരിശുദ്ധാത്മാവ് നമ്മളേവരെയും ഏമിപ്പിക്കുകയും അതിനായി നമ്മളെ ആ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമാക്കി തീർക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇന്ന് നമ്മുടെ ലീഡ് ചെയ്യുന്ന പ്രസിഡന്റ് KT ജോൺ അങ്കിൾ, അവർ IBM കോർഡിനേറ്റർ പാസ്റ്റർ MC തോമസ്, തുടർന്ന് ഇന്ന് ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന പാസ്റ്റർ ഫിലിപ്പ് വർഗീസ്, എല്ലാവരെയും നമ്മളോട് കൂടെ കടന്നു വന്നിരിക്കുന്ന IBMന്റെ എല്ലാ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, ദേവദാസന്മാർ, വർഷിപ്പ് ലീഡ് ചെയ്ത സിസ്റ്റർ കെസിയ സജി, എല്ലാവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. നമ്മളായിരിക്കുന്ന ഈ സാഹചര്യം വളരെ വളരെ ഒരു ദുഃഖത്തിന്റെയും പ്രയാസത്തിന്റെയും അതുപോലെ തന്നെ വളരെ
ചിന്താകുഴപ്പത്തിന്റെയും ആയിരിക്കുന്ന ഒരു സമയമാണല്ലോ. നമുക്കറിയാം, നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്ന പല സഹോദരന്മാരുടെയും ജോലികളുടെ പ്രയാസങ്ങളുണ്ട്, ബിസിനസ്സിൽ പ്രയാസങ്ങളുണ്ട്, വിദേശത്ത് ജോലി ചെയ്യുന്നവരുടെ സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളുണ്ട്. അതുപോലെ തന്നെ ജീവനും മറ്റ് വിഷയങ്ങൾക്കുമെല്ലാം പ്രതിസന്ധി വന്നിരിക്കുന്ന ഈ സാഹചര്യം നമുക്ക് അറിയാം. യേശു ക്രിസ്തുവിന്റെ ജനനത്തിന് ശേഷം, യേശു ക്രിസ്തുവിന്റെ ഐഹിക ജീവിത കാലയളവിന് ശേഷം ലോക ചരിത്രത്തെ ഏടിയെന്നും തിരിച്ചതുപോലെ അതുപോലെ തന്നെ ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ് നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത്. പലരും പറയുന്നത് കൊറോണയ്ക്ക് മുമ്പ്, കൊറോണയ്ക്ക് ശേഷം എന്ന് പറയത്തക്ക രീതിയിലുള്ള ഒരു സ്ഥിതി സംജാതമായിരിക്കുന്നു. ആയതിനാൽ ഈ പ്രതിസന്ധി എന്ന് പറയുന്നത് ലോക ചരിത്രത്തിന്റെ ഒരു നാഴികക്കല്ലാണ്, ഒരു വളരെ പ്രത്യേകപ്പെട്ട ഒരു അവസ്ഥയാണ്. പക്ഷേ ഇത് ഒരു സന്തോഷകരമല്ലാത്ത അല്ലാത്തതിനാൽ നമുക്ക് ഈ കൊറോണയിൽ നിന്നും ഒരു വിടുതൽ, കൊറോണയുടെ അനുബന്ധ വിഷയങ്ങളായിരിക്കുന്ന സാമ്പത്തിക മാന്ദ്യം, അനാരോഗ്യ അവസ്ഥ, മറ്റു പ്രയാസങ്ങളിൽ നിന്നല്ല ദൈവജനത്തിനും ലോക ജനതയ്ക്ക് മൊത്തമായും ഒരു വിടുതൽ ലഭിക്കുവാനായി ആദ്യമായി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയരെ, എല്ലാ പ്രാർത്ഥന കൂട്ടങ്ങളും, എല്ലാ സഭകളും, അന്യജാതിക്കാരും അവരറിയുന്ന ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയാണ്. എന്നാൽ നമ്മൾ ജീവനുള്ള ഒരു ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നു എന്നുള്ള ബോധത്തോടെ നമ്മുടെ ദൈവത്തിന് നമ്മുടെ പ്രാർത്ഥനകൾ കേട്ട് ഉത്തരം അരുളുവാൻ സാധിക്കും എന്നുള്ള ഒരു ബോധത്തോടെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് കടന്നു വരാം. ആദ്യമായി ഈ കൊറോണയുടെ കെടുതിയിൽ നിന്നും അതോടൊപ്പം തന്നെ അതിന്റെ അനുബന്ധ വിഷയങ്ങളിൽ നിന്നും നമുക്കറിയാം, കൊറോണയ്ക്ക് പ്രോപ്പർ ട്രീറ്റ്മെന്റ് ഇല്ല. എന്നാൽ മറ്റ് സാധാരണ രോഗങ്ങൾ അനുഭവിക്കുന്നവർക്കും അതിന് ഒരു ട്രീറ്റ്മെന്റ് ലഭിക്കാത്ത ഒരു സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ അനേക ആൾക്കാർ പ്രോപ്പർ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ലഭിക്കാത്തതിനാൽ മരിച്ചു പോകുന്നു. അവരുടെ എല്ലാം ജീവൻ രക്ഷിക്കാവുന്നതാണ് വൈദ്യശാസ്ത്രത്തിന്റെ ഇന്നത്തുള്ള അറിവ് അനുസരിച്ച്. എന്നാൽ സമയത്തിന് ആശുപത്രിയിലേക്ക് പോകുവാൻ സാധിക്കുന്നില്ല, ആശുപത്രിക്കാർ അവരെ സ്വീകരിക്കുന്നില്ല, അതിനുള്ള ഡോക്ടേഴ്സും സിസ്റ്റേഴ്സും അവൈലബിൾ അല്ല, അനവധി പ്രയാസങ്ങൾ നമ്മൾ അനുഭവിക്കുന്നു. ആയതിനാൽ ആദ്യമായി ഈ കൊറോണയും കൊറോണയുടെ അനുബന്ധ വിഷയങ്ങളായ മറ്റ് അനാരോഗ്യ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, സൈക്കോളജിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ, ജനങ്ങളെല്ലാം വീട്ടിൽ നിന്ന് പുറത്തു പോകുവാൻ സഹായിക്കാത്ത കാരണം കൊണ്ട് ഭവനത്തിനകത്തെല്ലാം അശാന്തിയും കുടുംബ വഴക്കുകളും വർദ്ധിക്കുന്നു. കുഞ്ഞുങ്ങൾ വളരെ വലിയൊരു മാനസിക അവസ്ഥയിലാണ്. 12 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾ, അവർക്ക് പുറത്തു പോകുവാൻ സാധിക്കാത്തതിനാൽ, കളിക്കുവാനും കൂട്ടുകാരുമൊത്ത് ഒന്നും സംസാരിക്കാനും സാധിക്കാത്തതിനാൽ അവരുടെ സൈക്കോളജി തന്നെ വേറൊരു ട്രെൻഡായി വരുന്നു എന്നാണ് മാനസിക ശാസ്ത്രജ്ഞന്മാർ, വിദഗ്ധന്മാർ പറയുന്നത്. പ്രിയരെ, കൊറോണ മാത്രമല്ല നമ്മുടെ വിഷയം, കൊറോണയുടെ അനുബന്ധമായിട്ടുള്ള അനേക വിഷയങ്ങളുണ്ട്. ആത്മീയ തലത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് കൂട്ടമായിരുന്ന് ആരാധിക്കുവാൻ സാധിക്കുന്നില്ല. ഈ എല്ലാ വിഷയങ്ങളെയും ഓർത്ത് ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന, അല്ലെങ്കിൽ മുൻകൂർ ചിന്തിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഈ വിഷയങ്ങളെ എല്ലാം ഓർത്ത് നമുക്ക് ദൈവസന്നിധിയിൽ ആത്മാർത്ഥതയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവ് പ്രേരിപ്പിക്കും. പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സർവശക്തനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗ പിതാവേ, നൽകപ്പെടുന്ന സ്തോത്രം കർത്താവേ. ഐബിന്റെ ഒരു പ്രാവശ്യം കൂടി കർത്താവ് മീറ്റിംഗിലൂടെ കർത്താവെ പ്രാർത്ഥന വിഷയമായി അങ്ങയുടെ തന്നെ കടന്നു വരുവാൻ തക്കണം. സ്വർഗത്തിലെ ദൈവം ഞങ്ങൾ ഏവരും കർത്താവെ ഒരുക്കി പ്രത്യേകിച്ച് കർത്താവെ ഇന്ന് ലോകത്ത് നടക്കുന്ന കർത്താവ് മഹാമാരി സ്വർഗത്തിലെ ദൈവമേ, ഹല്ലേലൂയ. ദൈവത്തിന്റെ കരങ്ങളിൽ വിഷയങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥന കർത്താവെ. ലോകം മുഴുവനും കർത്താവെ, രോഗം മൂലം കർത്താവെ വളരെയേറെ പ്രയാസത്തിലായിരിക്കുമ്പോൾ അങ്ങയുടെ ഭക്തന്മാർ അങ്ങ് സൂക്ഷിക്കുന്ന അങ്ങയുടെ വലിയ കൃപക്കായ സ്തോത്രം. ജനം മാനസാന്തരപ്പെട്ട്, ജനം വേണ്ട വിധത്തിൽ ദൈവത്തെ അറിഞ്ഞുകൊണ്ട്, ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട്, ഹാലിൽ ദൈവത്തിന്റെ വചനപ്രകാരം, ദൈവത്തിന്റെ നിയമപ്രകാരം ഇതിനൊരു വിടുതൽ ഉണ്ടാവാൻ തക്കണം ഞങ്ങൾ ദൈവത്തിന്റെ കരങ്ങളിൽ ഈ വിഷയത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. പ്രത്യേകിച്ച് രോഗം മൂലം കർത്താവെ ആയിരിക്കുന്ന എല്ലാവരും പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവത്തിന്റെ വലിയ ദയ, കരുണ ഹാലിലെ മക്കളുടെ മേൽ കർത്താവെ അയക്കുന്നതിനെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഇതുമൂലം ഉണ്ടാകുന്ന മറ്റെല്ലാ പ്രതിസന്ധികളും ഏറ്റ് പ്രാർത്ഥിക്കുന്ന കർത്താവെ. സാമ്പത്തിക വ്യവസ്ഥ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ.
ജോലിയുടെ വ്യവസ്ഥ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അങ്ങനെ അനേക വിഷയങ്ങൾ ഇത് മൂലം കർത്താവെ ലോകം നേരിട്ട് കൊണ്ടിരിക്കുമ്പോൾ അതിലെല്ലാം സ്വർഗത്തിലെ ദൈവത്തിന്റെ വലിയ ദയ കർത്താവ്, ഉയരങ്ങളിൽ നിന്നുള്ള ദയ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, പ്രത്യേകിച്ച് ഞങ്ങളുടെ ഭക്തന്മാരായ ഹാലിൽ ലോകത്തിലായിരിക്കുന്നവർ ഞങ്ങളുടെ പ്രാർത്ഥന കുറവ് കർത്താവെ ഞങ്ങൾ സമ്മതിക്കുന്ന കർത്താവെ, സ്വർഗത്തിൽ വരുന്ന നാളുകളിൽ കർത്താവെ ദൈവത്തെ വേണ്ട വിധം അറിഞ്ഞ് ആരാധിക്കുവാൻ തക്കണം, ഇതിൽ നിന്നെല്ലാം ഒരു പ്രയത്നത്തിന്റെ കർത്താവ് വിടുതൽ നേടുവാൻ തക്കണം സ്വർഗം കൃപ ചെയ്യുമാറാണെന്ന് പ്രാർത്ഥിക്കും കർത്താവെ. ഞങ്ങൾ ഒരുക്കപ്പെടാത്തവർ വേണ്ട പോലെ ഒരുക്കുവാനും, ദൈവത്തെ അറിയാത്തവർ കർത്താവ് ഇതോടുകൂടി ദൈവത്തെ അറിയുവാനും സ്വർഗത്തിലെ ദൈവമേ ഹല്ലേലൂയ മുഖാന്തരമേ തീരുവാൻ തക്കണം സ്വർഗത്തിലെ ദൈവം കർത്താവെ അനുഗ്രഹിക്കും സഹായിക്കും ചെയ്യുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് അനേക ദേവദാസന്മാർ, അനേക ദൈവമക്കൾ കർത്താവെ രോഗത്താൽ ഭാരപ്പെട്ട് ഞങ്ങൾ അറിഞ്ഞല്ലോ കർത്താവെ, അവരായിരിക്കുന്ന സ്ഥാനത്ത്, അവർ ഏത് ഹോസ്പിറ്റലിലായിരിക്കുന്നു, ഏത് ബെഡിലായിരിക്കുന്ന കർത്താവെ, ആ സ്ഥാനത്ത് ദൈവത്തിന്റെ കരം നീട്ടി കർത്താവെ ദൈവം വിടുതലയക്കുവാൻ തക്കണം കർത്താവിന്റെ ദയക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. മുന്നിലായിരിക്കുന്ന എല്ലാവരും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവ വിഷയത്തിന്മേൽ ദൈവം വലിയ വിടുതലയക്കുന്നതിനായ സ്തോത്രം കർത്താവെ. സകല മഹത്വം ഞങ്ങൾ ദൈവത്തിന് നൽകുന്ന കർത്താവെ. ഹല്ലേലൂയ. ലോകത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും കർത്താവെ, ഏതൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചാലും ഇതെല്ലാം മുന്നമേ എന്റെ ദൈവം അറിഞ്ഞിരുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവെ. അതിനാൽ തന്റെ മക്കൾക്ക് വേണ്ടതെല്ലാം കർത്താവെ ഹല്ലേലൂയ ദൈവം കർത്താവെ കരുതിയിരിക്കാൻ ഞങ്ങൾ നിങ്ങളെ സൂക്ഷിക്കുന്ന കർത്താവെ. രോഗത്തിന്റെ മധ്യത്തിലായാലും പ്രയാസത്തിന്റെ മധ്യത്തിലായാലും എന്റെ ദൈവം ഞങ്ങളെ കാണുന്നുണ്ട്, ഞങ്ങൾ ദൈവത്തിന്റെ കരങ്ങളിലായിരിക്കും എന്നുള്ളൊരു വിശ്വാസം കർത്താവെ ഞങ്ങൾക്കുണ്ട് ദൈവമേ. ഞങ്ങൾ ആ ദൈവത്തെ വാഴ്ത്തുന്ന സ്തുതിക്കുന്ന കർത്താവെ. സകല മഹത്വം ദൈവത്തിന് ആകാശം ഭൂമിയോട് കർത്താവ് ഉയർന്നിരിക്കുന്ന പോലെ ദൈവത്തിന് തന്റെ മക്കളുടെ ദയ വലുതായിരിക്കാൻ ഞങ്ങൾ എങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ എല്ലാവരും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൊറോണയെ സംബന്ധിച്ച് ഏതൊക്കെ വിഷയമുണ്ടോ ആ സകല വിഷയങ്ങളെയും സ്തോത്രത്തോടുകൂടി എന്റെ ദൈവത്തിന്റെ കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വം ദൈവത്തിന്. ഇത് മുഖാന്തരം അധികാരികൾ എന്റെ ദൈവത്തെ അറിയാൻ ഇടിയാകട്ടെ കർത്താവെ. ഇതുവരെ പ്രാർത്ഥിക്കാത്ത എന്റെ ദൈവത്തിനോട് പ്രാർത്ഥിക്കാൻ തന്നെ ഇടിയാകട്ടെ. ഈ ദൈവമല്ലാതെ, ഈ യേശു അല്ലാതെ ഇതിന്ന് വിടുതൽ നൽകുവാൻ മറ്റൊരു ശക്തിക്ക് കഴിയില്ലെന്നൊരു സത്യം ഹല്ലേലൂയ കണ്ണ് തുറക്കപ്പെടുവാൻ തക്കണം ലോകത്തിൽ ഇടിയാകട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ മാനവും മഹത്വം പുകഴ്ചയും ദൈവത്തിന് മാത്രം അർപ്പിക്കുന്നു. പ്രാർത്ഥനയോട് സ്തോത്രം. സർവ്വം ദൈവമേ അങ്ങയുടെ പ്രിയപുത്രനാം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ കൃപ തോന്നി കേട്ട് ഉത്തരമരുൾമാറാകണമേ സ്വർഗസ്ഥ പിതാവേ. आमेन आमेन आमीन। हो प्रभु ने हमारी प्रार्थना सुना, इसलिए हम लोग हाथ उठाकर परमेश्वर का स्तुति करें। हालेलुया हालेलुया हालेलुया। नॉर्मली हम लोग जो है 3 बार और 3 विषयों के लिए प्रार्थना करते हैं। एक पहली प्रार्थना हम लोग कर चुके हैं, अब दूसरा और तीसरा सेट ऑफ प्रेयर्स हम लोग अभी करेंगे क्योंकि समय का भी कमी है, हमें सब कुछ समझ के आगे चलना होगा। इसलिए और किसी को कोई प्रेयर रिक्वेस्ट है, कोई प्रार्थना विनती है तो इस वक्त आप लोग बता सकते हैं, तो हम उस विषय के लिए प्रार्थना करेंगे। एक विषय मैं पहले बताता हूँ, लेकिन हम लोग सारे विषयों के लिए कंसोलिडेट वे में हम लोग प्रेयर करेंगे। एक सिस्टर निमिषा है, थाने में वेंटिलेटर में है, जुपिटर हॉस्पिटल में एडमिटेड है, उनके लिए प्रार्थना कीजिए। कोरोना नहीं है, कुछ और बीमारी है और बीमारी का टेस्ट और इलाज चल रहा है, और प्रॉपर तरीके से क्या है करके समझ में नहीं आया, इसलिए सिस्टर निमिषा और किसान नगर कलीसिया IPC किसान नगर कलीसिया की एक सदस्य है, और इस निमिषा सिस्टर के लिए हम लोग प्रार्थना कीजिए। वो जवान लड़की है और डिग्री के बाद में वो जॉब कर रही थी, तो उस वक्त के दौरान इस बीमारी हुई है, तो आप लोग प्रार्थना कीजिए। और भी कोई प्रेयर रिक्वेस्ट है तो उसके साथ हम लोग प्रेयर करेंगे। किसी का कोई खास प्रेयर रिक्वेस्ट है तो इसी के साथ हम प्रार्थना करेंगे। मैं अनुरोध करता हूँ, काफी दिन के गैप में हमारा बीच में जोना चैन का अमामा हमारा बीच में उपस्थित है, वो प्रार्थना करेंगे। लेकिन और भी कुछ विषय है तो उसके लिए हम लोग प्रार्थना कर सकते हैं। और कोई प्रेयर रिक्वेस्ट है कृपया करके यहाँ पर बता दीजिए। IBM-ലെ നേരത്തെ മെമ്പറായിട്ടിരുന്ന കോശി മാത്യു എന്ന് പറയുന്ന ആളുടെ അനുജനും ഭാര്യയും തന്റെ 2 മക്കളും 4 പേരും COVID-19 പോസിറ്റീവായിട്ട് ചികിത്സയിൽ കഴിയാണ്. ബോംബെയിലുണ്ട്, ന്യൂ ബോംബെയിലുണ്ട്. വിശേഷാൽ പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ട് കോശി. അത് നിങ്ങൾ എല്ലാവരും അറിയുന്നവരാണ്. കോശി മാത്യു, അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അനുജത്തിയിലെ ഭർത്താവും 2 കുഞ്ഞുങ്ങൾ, അവർ 4 പേരും കോവിഡ് പോസിറ്റീവായിട്ട് കഷ്ടപ്പെടുകയാണ്. നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കുക. ഈ കോശി മാത്യു അച്ഛന്റെ അനിയനും കുടുംബമാണോ? ഭാര്യയുടെ അനിയത്തിയുടെ ഭർത്താവ്. ഭാര്യയുടെ അനിയത്തി.
വേറെ ഏതെങ്കിലും വിഷയങ്ങളുണ്ട്? और कोई विषय है तो उसके साथ में हम लोग मिलकर प्रार्थना कर सकते हैं. ഞങ്ങളുടെ കോൺഗ്രിഗേഷനിലെ പാസ്റ്റർ ജോയി കുര്യൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ വൈഫ് ലിവറിൽ നിന്ന് വെള്ളം വയറ്റിലേക്ക് വന്ന് അല്പമായ സീരിയസ് ആയിട്ട് ICUവിൽ അഡ്മിറ്റ് ആയി. ഇന്ന് അദ്ദേഹം കർത്തവേലയിൽ ഉല്ലാസങ്ങളായിരിക്കുന്നു. ജോയി കുര്യൻ പാസ്റ്ററുടെ വൈഫ് പക്ഷേ ക്രിട്ടിക്കൽ സ്റ്റേജിലായിരിക്കുകയാണ്. ആ സഹോദരി ഓർത്ത് പ്രാർത്ഥിക്കുക. അപ്പൊ തന്നെ നമ്മുടെ ബൈബിൾ മിഷന്റെ അനീഷ് മെമ്പറായ കല്യാൺ അനീഷിന്റെ പിതാവും മാതാവും സഹോദരിയും അളിയനും കുടുംബമായിട്ട് അവരെല്ലാവരും സഹോദരിക്കും കുടുംബത്തിനും വിടുതൽ കിട്ടി. ഫാദറും മദറും ഇപ്പോഴും ഹോസ്പിറ്റലിൽ തന്നെയാണ്. ഒരു പരിപൂർണമായ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുക. यहाँ पर अभी 4 विषय बताया गया है. एक तो सिस्टर निमिषा कल्याण जुपिटर में एडमिटेड है, ICU वेंटिलेटर में है, नॉट इन ICU बट शी इज इन वेंटिलेटर. अभी हमारे IBM के भूतकाल के सदस्य कोची मैथ्यू, उनकी वाइफ का ब्रदर एंड फैमिली और जोई कुरियन की पत्नी, उनके लिए भी हम लोग प्रार्थना करेंगे. कोशी मैथ्यू का जो पत्नी का भाई का परिवार जो है कोरोना से पीड़ित है और जॉय कुरियंस उनकी जो पत्नी हॉस्पिटल में एडमिटेड है. और कल्याण में जो हमारी IBM की सदस्य अनीश जी का माता जी और पिताजी के लिए भी प्रार्थना कीजिए. 4 विषय. जॉन चैन का मामा प्रार्थना करेंगे, कोशी मैथ्यू का रिलेटिव, जॉय कुरियन का वाइफ, निमिषा सिस्टर, अनीश का माता और पिता. ये 4 विषय. और कोई विषय है हमारे लिए? इन 4 विषय के लिए जॉन चैन का मामा प्रार्थना कीजिए. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗ്ഗപിതാവേ, ഈ വൈകിയ സമയത്ത് കർത്താവിന്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് കർത്താവ് ഏറ്റവും വലിയ മെമ്പേഴ്സായ എല്ലാ ദൈവങ്ങളും പലയിടങ്ങളായി കർത്താവിന്റെ പൊന്നിച്ച് ദൈവസന്നിധിയിൽ കടന്നു വന്ന് അനേക വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിപ്പാത്തകളും ഞങ്ങളെ കൂട്ടിയെടുത്ത് ദൈവങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. അടിയന്റെ കുറവൊന്നും ദൈവം ഓർക്കല്ലേ. ഇപ്പോൾ പറയപ്പെട്ട വിഷയങ്ങളെല്ലാം ദൈവമേ സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ കണ്ണ് താഴ്ത്തി സമർപ്പിക്കുമ്പോൾ ദൈവമേ പെരുമക്കളോട് കണ്ണു തോന്നുന്നു, ലഹോദ ഭക്തന്മാരോട് കണ്ണു തോന്നി ഞങ്ങളുടെ അപേക്ഷ കളയാതെ കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തന്നെ ഞങ്ങളുടെ പറയപ്പെട്ട ഈ വിഷയത്തിലൊക്കെ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശശാൽ കർത്താവ് ഹോസ്പിറ്റലിലായിരിക്കുന്ന വിഷയം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ നിന്റെ ദാസുകളെ ദൈവത്തിന്റെ വചനമായി ചൽഫലമായി വിടുതലും സൗഖ്യവും ഇന്ന് രാത്രികാലം കൽപ്പിക്കണമേ. സന്തോഷ വാർത്ത കേൾക്കുവാൻ ദൈവം അവിടെ ഇടയാക്കണമേ. കർത്താവിയുടെ പ്രാർത്ഥന തള്ളിക്കളയാതെ ദൈവത്തിന്റെ അത്ഭുത കാര്യങ്ങൾ ദാസ് അനുഭവിച്ചറിയുവാൻ ഇന്ന് രാത്രികാലം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ സാമൂഹ്യ കുടുംബത്തിനായി സ്തോത്ര ബ്രദറിന്റെ സഹോദരിയെ കർത്താവെ ഭർത്താവിനെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവരെ കോവിഡിന്റെ കർത്താവെ അതേ കർത്താവെ പഠിത്തലായിരിക്കുമ്പോൾ കർത്താവ് ഒരു വിധത്തിൽ ശാരീരികമായി മാനസികമായി പാടുപെടുവാൻ ഇടയാകാതെ കർത്താവിന്റെ വചനം വെച്ച് ദൈവത്തെ വിടിവിക്ക് എത്ര എളുപ്പം സൗഖ്യം പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ആ കുടുംബത്തെ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ജയകുര്യന്റെ കർത്താവെ ദാസന്റെ ഭാര്യോർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവളും കർത്താവ് വളരെ പ്രയാസത്തോടെ കരുതൽ കേൾക്കുവാൻ ഇടയായല്ലോ എന്നാൽ കർത്താവെ ഒരു വിധത്തിൽ ശത്രു ജയമെടുക്കുവാൻ ഇടയാകാതെ ദൈവത്തിന്റെ വചനം വെച്ച് കർത്താവ് പൂർണ്ണമായി വിടുതലും സൗഖ്യവും ദൈവത്തെ കൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് എല്ലാറ്റും എല്ലാമായ ദൈവത്തോട് ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ കർത്താവെ സമയവ്യത്യാസമില്ലാതെ ഏത് സമയത്തും ദൈവസന്നിധിയിൽ കടന്നു വന്ന് ഞങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ സ്വർഗ്ഗം മനസ്സറിഞ്ഞ് അവിടെ അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അതുപോലെ രക്ഷിത കർത്താവെ മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ വാർത്തകത്തിൽ പത്ത് പിടിച്ചിരിപ്പാനും വാർത്തകൾ ദൈവം അനുഭവിപ്പാൻ ദൈവം സഹായിക്കണം. ശരീരമായി നേടുന്ന എല്ലാ പ്രതിസന്ധിയും കർത്താവെ ദൈവത്തെ വിടിവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ പരിവനായ ദൈവ ഈ അവസ്ഥയില് ഒരു ദൈവങ്ങൾ പോലും കർത്താവെ നിരാശയോടെ ഭാരത്തോടായിരിക്കാൻ ഇടയാൽ ശത്രു ജയമെടുക്കുവാൻ ഇടയാകാതെ രോഗസൗഖ്യം ഞങ്ങളുടെ അവകാശമാണ്. കർത്താവെ പാപത്തിന് പരിഹാരം രോഗസൗഖ്യം ദൈവമാണ്. ഞങ്ങളുടെ ആർത്തികളെ കണക്കിട്ടാൽ ഞങ്ങളെ സൗഖ്യമാക്കുവാൻ ഞങ്ങളെ വിടിയിപ്പാൻ ആരും കർത്താവെ ശത്രു ജയമെടുക്കുവാൻ ഇടയാകാതെ ഈ വിഷയത്തിലെ പ്രവർത്തികൾ സന്തോഷിപ്പാൻ ദൈവം നേടിയാക്കണമേ. കർത്താവ് ഒരുമനപ്പെട്ട് ദൈവസന്നിധിയിൽ കർത്താവിനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവിന്റെ വിടുതൽ കണ്ട് ദൈവത്തെ മാറ്റപ്പെടുത്തുവാൻ ദൈവം സഹായിക്കണമല്ലോ. നമ്മൾ ആദരിച്ചാണ് പ്രാർത്ഥന സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. प्रभु ने हमारी प्रार्थना सुना, इसलिए हाथ उठाकर एक बार फिर से परमेश्वर का स्तुति करें, धन्यवाद करें. हालेलुया हालेलुया. प्रभु का स्तुति हो. यह हमारी आखिरी प्रार्थना होगा.
समय के अनुसार हम लोग इस प्रकार करते हैं। इसलिए और भी कोई प्रार्थना रिक्वेस्ट है तो इस वक्त आप लोग यहाँ पर बता सकते हैं, हम उस विषय के लिए प्रार्थना करेंगे। मेरे लिए एक प्रेयर रिक्वेस्ट है, हम लोग भारत देश के लिए खास कर प्रार्थना करने का समय है इस वक्त। प्रियो, हम जानते हैं हम लोग बहुत ही बड़ी एक समस्या में हम लोग गुजर रहा है। ये समस्या की इंटेंसिटी हम लोग नहीं जानते, तीव्रता हम लोग नहीं जानते हैं। सोशल, पॉलिटिकल, रिलीजियस, इकोनॉमिकल सारे क्षेत्र में हम लोग बहुत ही तनाव और बहुत ही दबी हुई स्थिति में है। इस बात को हम लोग में से कई सारे लोग नहीं जानते हैं और हमारी जो दोस्ती के तौर पर जो कंट्रीज है वो भी आजकल हमारी दोस्ती की या मित्रता से दूर होते जा रहा है और आर्थिक स्थिति हमारी बदतर स्थिति की ओर जा रहा है और हमारी जो आरोग्य यानी हेल्थ सेक्टर कोलैप्स्ड है और हमारी हर क्षेत्र में और रिलीजियस एक्टिविटीज हमारा नील है, प्रार्थना हमारी कहीं भी नहीं जा रहा है और साथ साथ में सोशियोलॉजिकल इश्यूज, साथ में फैसिस्ट जो शक्तियां हैं वो सब प्रबल होने के इस समय में हमें भारत देश के लिए अधिक जोर से, तीव्रता से, आत्मा की बोझ से हमें प्रार्थना करना होगा। तो इस विषय के लिए हम लोग प्रार्थना करेंगे। और भी और कोई विषय है तो हम लोग इस वक्त प्रार्थना करेंगे और प्रार्थना की सेशन हम समाप्त करते हुए वचन की ओर जाएंगे। और कोई विषय है? पास्टर, मेरा वाइफ के लिए प्रार्थना करना है, पुष्या के लिए। 9 मंथ्स कंप्लीट हो गया है, अभी कभी भी डिलीवरी के लिए मतलब एडमिट कर सकता है, तो उस विषय के लिए प्रार्थना करना है। पुष्या के लिए प्रार्थना। और कोई है विषय? ബൈബിൾ മിഷന്റെ എല്ലാ മെമ്പേഴ്സിനും വേണ്ടി പ്രാർത്ഥിക്കും. ബൈബിൾ മിഷന്റെ എല്ലാ മെമ്പേഴ്സും. ओके ओके, तो ये 3 विषय के लिए हम लोग प्रार्थना करेंगे, प्लस हमारी आज की वचन की संदेश वो भी हमारे लिए आशीषदायक होने के लिए परमेश्वर का दास को हम परमेश्वर की हाथों में समर्पित किए हुए हम लोग प्रार्थना करेंगे। आज हमारे लिए जो आत्मिक मन्ना है प्रभु की ओर से उनके हाथ में परमेश्वर ने सौंपा है। विश्वास के साथ, आशा के साथ, इच्छा के साथ जो भी परमेश्वर के उपस्थिति में बैठते हैं उनके लिए परमेश्वर बहुत बड़ा उत्तम भोजन तैयार कर रखा है। तो इन 3 विषयों के साथ हम लोग चौथी विषय आज की वचन के लिए हम लोग प्रार्थना करेंगे। पहला विषय सिस्टर पुष्य महेश जी के लिए एक छुटकारा के लिए हम लोग प्रार्थना करेंगे और जो 9th मंथ है परमेश्वर एक उत्तम बच्चे का प्रदान करने के लिए हम लोग प्रार्थना करेंगे। दूसरा, IBM की सारी मेंबर्स, उनकी कामकाज, उनका व्यापार, उनकी आरोग्य, उनकी मानसिक, आत्मिक, आर्थिक उन्नति के लिए हम लोग प्रार्थना करेंगे। चौथी, हमारी भारत देश, तीसरा हमारा भारत देश, उसके लिए प्रार्थना करेंगे। चौथी, आज की वचन का संदेश। इन चारों विषयों के लिए पवित्र आत्मा प्रेरणा देने वाला एक व्यक्ति आत्मा की बोझ से प्रार्थना कीजिए। ഇവാഞ്ചലിസ്റ്റ് പാസ്റ്റർ ഇവാഞ്ചലിസ്റ്റ് തോമസ് മാത്യു പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ജീവിതത്തിൽ ഒരു പ്രാവശ്യം കൂടെ കർത്താവെ അവിടുത്തെ തിരുസന്നിധിയിലായിരിക്കാൻ, അങ്ങയെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാനെ, അവിടുന്ന് ചെയ്യുന്ന നന്മകളെ ഓർത്ത് നന്ദി കരേറ്റുവാൻ, ദൈവമേ അവിടുത്തെ പരിപാലനത്തെ, അവിടുത്തെ കാവലിനെ ഓർത്ത് നന്ദി കരേറ്റുവാൻ അടിയങ്ങളെ വീണ്ടും അവിടുന്ന് കൂട്ടിവരുത്തിയ കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം.
കർത്താവിന് നന്ദിയോടെ സ്തുതിക്കുന്നു. അവിടുന്ന് അടികളുടെ ജീവിച്ചിരുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കായിട്ട് അടികളെ നന്ദിയോടെ സ്തോത്രം. അവിടുത്തെ കൃപ, അവിടുത്തെ കരുണ, അവിടുത്തെ ദയ, ദൈവമേ അങ്ങയുടെ മനസ്സിൽ ഒന്ന് മാത്രമാണ് ആ അടിയങ്ങളെ ഈ ഭൂമിയുടെ മുഖത്ത് ജീവനോടെ ആയിരിക്കുന്നത്. ആകയാൽ ജീവനുള്ള ദൈവത്തെ സ്തുതിപ്പാൻ അടിയങ്ങളെ ജീവനോടെ ശേഷിപ്പിച്ച കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. ദൈവമേ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ നന്ദിയോടെ സ്തോത്രം. അടിയങ്ങളെ കർത്താവെ ഹല്ലേലൂയ. ഇന്ത്യ ബൈബിൾ മിഷനിലുള്ള എല്ലാ മെമ്പേഴ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിദേശത്തുമായിരിക്കുന്ന അടിയങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവെ അവരവരായിരിക്കുന്ന സ്ഥാനങ്ങളിലെ അങ്ങയുടെ കൃപയിൽ പൊതിഞ്ഞു കൊള്ളണമേ. അവരുടെ യാത്രയിലെ, അവരുടെ പോക്കിലെ, അവരുടെ വരവിലെ ദൈവമേ അവരായിരിക്കുന്ന സ്ഥാനങ്ങളിൽ, ജോലി സ്ഥലത്ത് ആയിരിക്കുന്നിടത്തെല്ലാം കർത്താവിന്റെ ദൂതന്മാരാൽ അവിടുന്ന് കാവൽ ചെയ്തു കൊള്ളണമേ. കർത്താവെ അങ്ങയുടെ വചനം അനേകരുടെ കൈകളിൽ എത്തിപ്പാൻ വേണ്ടി കർത്താവെ അവരെ കർത്താവെ പ്രാർത്ഥിക്കുകയും അവര് സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നല്ലോ. കർത്താവ് അവരെ കുടുംബമായിട്ട് അവിടുന്ന് അനുഗ്രഹിച്ചാട്ടെ. എല്ലാ കൃപകളാലും കർത്താവ് അവിടുന്ന് നിറച്ചാട്ടെ. നാഥാ ദൈവമേ നന്ദിയോടെ സ്തോത്രം. അടിയങ്ങൾ കർത്താവെ ഹല്ലേലൂയ ഹല്ലേലൂയ മഹേഷിന്റെ ഹല്ലേലൂയ വൈഫിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഹല്ലേലൂയ. എത്രത്തോളം കർത്താവ് അവിടുന്ന് സഹായിച്ചു, ഇത്രത്തോളം അവിടുത്തെ ഉള്ളം കയ്യിൽ വഹിച്ചു. അങ്ങയുടെ പുണ്യനാമത്തിൽ നന്ദിയോടെ സ്തോത്രം. കർത്താവെ നല്ല ഒരു വിടുതൽ കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കണമേ. കർത്താവെ അത് ഏറ്റവും അനുഗ്രഹത്തിന് കാരണമാകുവാൻ കർത്താവ് സഹായിച്ചാട്ടെ. വേണ്ട എല്ലാ സ്വർഗീയ കൃപകളാലൂടെ നിറച്ചാട്ടെ. ദൈവമേ നന്ദിയോടെ സ്തോത്രം. അടിയങ്ങളുടെ ഭാരതത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ. ഇന്നത്തെ ഈ അവസ്ഥകളൊക്കെ കർത്താവ് അറിയുന്നല്ലോ. സാമ്പത്തികമായും സാമ്പത്തികമായും ഒക്കെയും കർത്താവെ അടിയങ്ങളുടെ ഭാരതം ദൈവമേ ഭൂലോകമൊക്കെ ദൈവമേ അത് വളരെ ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്നല്ലോ. എല്ലാ മേഖലകളും കർത്താവെ വളരെ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. ദൈവമേ ഇതിനൊക്കെ ഒരു വിടുതല് എന്റെ കർത്താവ് ഒന്ന് കൊടുക്കണമേ, തരണമേ എന്ന് നിങ്ങൾ അപേക്ഷിക്കുന്നു. എന്റെ ദൈവത്താൽ അസാധ്യമായ ഒരു കാര്യമില്ല. ദൈവമേ നന്ദിയോടെ സ്തോത്രം. എത്ര കടല് ഹല്ലേലൂയ എത്ര ഇളകി മറിഞ്ഞാലും, എത്ര കൊടുങ്കാറ്റടിച്ചാലും ഹല്ലേലൂയ ഹല്ലേലൂയ അടിയങ്ങളുടെ നാഥൻ പടകിലുണ്ടെങ്കിലേ അടിയങ്ങളുടെ പടക് മുങ്ങിപ്പോകയില്ല. ആകയാൽ കർത്താവേ ഹല്ലേലൂയ ഈ ഇന്ത്യയിലെ ജനം ഒന്നായിട്ട് ജീവിക്കുന്ന ദൈവത്തെ ഒന്ന് കാണുവാനേ, ആരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ നാമം ഒന്ന് മഹത്വപ്പെടുത്തുവാനേ, രക്ഷകനെ കണ്ടുമുട്ടുവാനേ, ഹല്ലേലൂയ രക്ഷയുടെ സന്തോഷം അനുഭവിപ്പാനേ കർത്താവ് എല്ലാവരെയും അവിടെ ഒന്ന് സഹായിച്ചാട്ടെ. ദൈവമേ നന്ദിയോടെ സ്തോത്രം. ഈ COVID-19 ഹല്ലേലൂയ ഈ പ്രതികൂല സാഹചര്യം എത്രയും വേഗം കർത്താവ് അവിടുന്ന് മാറ്റുന്നതിനായി നന്ദിയോടെ സ്തോത്രം. ദൈവമേ ഹല്ലേലൂയ അതിനോടനുബന്ധിച്ച് ദൈവമേ വലിയൊരു ആത്മീയ ഉണർവ് കർത്താവ് അടിയങ്ങളുടെ ഭാരതത്തിൽ ഇവിടെ നയിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. ആ ആത്മീയ ഉണർവിലെ കർത്താവെ അടിയങ്ങളും ഭാഗമാക്കാവുവാനെ, അങ്ങയുടെ വേല ചെയ്യുവാനെ, അനേകരെ ക്രിസ്തുവിലേക്ക് നയിപ്പാനെ കർത്താവ് അടിയങ്ങളെയോടൊന്ന് സഹായിച്ചാട്ടെ. ദൈവമേ നന്ദിയോടെ സ്തോത്രം. അടിയങ്ങളെ ഇന്ത്യ ഒരു ക്രിസ്തീയ രാജ്യമായി തീരുവാൻ കർത്താവ് അവിടുന്ന് സഹായിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. ഇന്ത്യയിൽ നിന്നും കർത്താവെ അനേകരെ ദൈവമേ ഹല്ലേലൂയ പല രാജ്യങ്ങളിലേക്ക് കടന്നുപോയി ദൈവമേ അവിടെയൊക്കെയും സുവിശേഷം അറിയിപ്പാൻ തക്കവണ്ണം കർത്താവ് അവിടുന്ന് ബലപ്പെടുത്തിയാട്ടെ. ദൈവമേ നന്ദിയോടെ സ്തോത്രം. കർത്താവിന്റെ മഹത്വം ഇന്ന് കർത്താവിടെ ഞങ്ങൾക്കെല്ലാം ദൈവമേ അങ്ങയുടെ സന്നിധിയിൽ കൂടി വരുവാനെ ദൈവം അവിടുന്ന് കൃപ ചെയ്തല്ലോ. നന്ദിയോടെ സ്തോത്രം. ഇന്ന് കർത്താവിന്റെ ദാസനിൽ കൂടി കർത്താവ് ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് ദൈവമേ അടിയങ്ങളോട് ഹല്ലേലൂയ അവിടുന്ന് സംസാരിക്കാൻ പോകുന്നതിനാൽ അടിയങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ നന്ദിയോടെ സ്തോത്രം. കർത്താവ് ഇന്ന് അങ്ങയുടെ ദാസൻ കൂടി അടിയങ്ങളോട് അരുളി ചെയ്യുന്നത് അത് ശ്രദ്ധയോടെ കേട്ട് ദൈവമേ അടിയങ്ങളുടെ ജീവിതത്തിൽ അത് കേൾക്കുന്നവരായിട്ട് മാത്രമല്ല പിന്നെയോ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ കർത്താവ് അടിയങ്ങളെ അവിടുന്ന് സഹായിച്ചാട്ടെ. നിങ്ങളുടെ ദാസനായിട്ട് ബലപ്പെടുത്തിയാട്ടെ. അവിടുത്തെ എല്ലാ കൃപകളാലും അവിടുന്ന് നിറച്ചാട്ടെ. അല്പസമയം അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്ന ഏറ്റവും അനുഗ്രഹത്തിന് കാരണമാക്കണം. അങ്ങയുടെ നാമടി കൂടി മഹത്വപ്പെടുത്തണം. മാനം മുതൽ അവിടുന്ന് എടുക്കണം. എല്ലാ കർത്താവായ യേശുവിന്റെ നാമത്തിൽ അതിവിനീതമായി അപേക്ഷിക്കുന്നു. കൃപ തോന്നി കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന ശ്രദ്ധ വെച്ച് കേട്ടതിനായി ഒരിക്കൽ കൂടെ നമുക്ക് കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാമല്ലോ. ഹല്ലേലൂയ ഹല്ലേലൂയ. തുടർന്നുള്ള ലീഡിങ് അച്ഛൻ ചെയ്യേണ്ടതിനായി തുടർന്നുള്ള കാര്യങ്ങൾ അച്ഛനെ. പ്രൈസ് ദി ലോർഡ്.
പ്രിയ ദേവദാസിനെ കർത്താവ് ബലപ്പെടുത്തിയല്ലോ. അനേക വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുവാന് നമ്മുടെ പേഴ്സണൽ പ്രയറെ ലീഡ് ചെയ്യുവാൻ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ VC ജസ്റ്റിനെ ദൈവം ബലപ്പെടുത്തിയല്ലോ, സഹായിച്ചല്ലോ. തന്നെ ഇതിന്റെ കുടുംബത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി കർത്താവിന്റെ വേലയിലെ ശുശ്രൂഷയിലെ അതിശീഘ്രം വളർന്നു വരുവാൻ ദൈവം സഹായിക്കട്ടെ, അതിനായി പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രോഗ്രാം ഒക്കെ അതിന്റെ അവസാന സമയം വളരെ മുൻപോട്ട് പോയിരിക്കുന്നു. ഇനി നമുക്ക് മെസ്സേജ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന വിഷയമാണ് ദൈവവചനം ശ്രമിക്കുക എന്നുള്ളത്. അതിനുള്ള സമയമാണ് ഇനിയിപ്പോൾ. സ്തോത്രം. ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ ഇവാഞ്ചലിസ്റ്റ് ഹല്ലേലൂയ ഫിലിപ്പ് പറീസ് വിക്രോളി ചർച്ച് ഓഫ് ഗോഡിലെ മെമ്പറാണ്. ഞങ്ങളെ പരിചയമുള്ള ആള് തന്നെയാണ്. അദ്ദേഹത്തെ പറ്റി കൂടുതൽ തോമസ് പാസ്റ്റർ പറയുന്നതായിരിക്കുമെങ്കിൽ തന്നെയും ഞാൻ അറിഞ്ഞ കാര്യം റിയ ട്രാവൽസിൽ അദ്ദേഹം ജോലി എടുക്കുന്നു. റിയ ട്രാവൽസ് ഒരു വലിയ പ്രസ്ഥാനം, അനേക രാജ്യങ്ങളിൽ അതിന്റെ ബ്രാഞ്ച് ഓഫീസുണ്ട്. അതിന്റെ ബോംബെ ഓഫീസിന്റെ മാനേജരായിട്ട് താൻ പ്രവർത്തിക്കുന്നു എന്നാണ് ഞാൻ അറിയുന്നത്. സ്തോത്രം. എനിവേ അദ്ദേഹം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ചർച്ച് ഓഫ് ഗോഡ് പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു സുവിശേഷകനാണ്. അദ്ദേഹത്തെ ഓർത്ത്, അദ്ദേഹത്തിന്റെ കുടുംബത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹത്തെ പറ്റി ഒരു ചെറിയ വിവരണം നമ്മുടെ ജനറൽ കോർഡിനേറ്റർ പാസ്റ്റർ MC തോമസ് ഇപ്പോൾ പറയുന്നതായിരിക്കും. കർത്താവിന്റെ പരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ത്യ വേൾഡ് മിഷൻ പ്രസിഡന്റ് KT ജോൺ, മറ്റ് പ്രിയപ്പെട്ടവർ, ഈ സൂം മീറ്റിംഗിലൂടെ നമ്മളെ ശ്രദ്ധിക്കുന്ന കടന്നു നിന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. സമയം വളരെയധികം മുൻപോട്ട് പോയാലും ഞാൻ അധികം നീട്ടുന്നില്ല. പ്രിയ കർത്താവിന്റെ വേലയിൽ ഞാൻ ഏറെ വർഷങ്ങളായിട്ട് പ്രിയ ഫിലിപ്പിച്ചാനുമായിട്ട് ബന്ധം എനിക്ക് ഉണ്ട്. എന്നാൽ 2019 അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക ആവശ്യവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് അദ്ദേഹം വർക്ക് ചെയ്യുന്ന റിയ ട്രാവൽസ് ഓഫീസിൽ കടന്നു പോകാനിടയായി. അന്ന് സാധാരണയിൽ കവിഞ്ഞൊരു പ്രത്യേക നിലയിൽ ഞങ്ങൾ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാനിടയായി. അദ്ദേഹത്തിന്റെ അനുഭവങ്ങളൊക്കെ എന്നെ ഒത്തിരി എനിക്ക് സ്പർശിച്ച് ഒത്തിരി സന്തോഷം നൽകി. അന്ന് മുതൽ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു നമ്മുടെ കൂട്ടായ്മയിൽ അദ്ദേഹത്തെ ഒന്ന് ക്ഷണിക്കണമെന്ന്. ദൈവത്തിന്റെ കൃപയാൽ ദൈവത്തിന്റെ തക്ക സമയത്താണല്ലോ, ദൈവത്തിന്റെ സമയത്താണ് എല്ലാം അങ്ങനെ ക്രമീകരിക്കപ്പെടുന്നത്. അങ്ങനെ ഇന്ന് രാത്രിയിൽ നമ്മോടൊപ്പം അദ്ദേഹം ആയിരിക്കുന്നു. നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന സമയം നമ്മുടെ തികയത്തിലെന്നറിയാം. നമ്മുടെ അല്പം നീണ്ടുപോയി. അതുകൊണ്ട് നിങ്ങൾ ഒരു 10 മിനിറ്റ് മുമ്പോട്ട് പോയാലും നിങ്ങൾ എല്ലാവരും സഹകരിക്കണം, ക്ഷമിക്കണം. വളരെ നല്ല ഒരു അനുഭവവും അദ്ദേഹത്തെ ദൈവം കൊടുത്ത ആലോചനയും നമ്മോട് പറയും. നമുക്ക് വളരെ സന്തോഷത്തോടെ ആയിരിക്കും കാര്യങ്ങൾ ഉയർത്തി അദ്ദേഹത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ഫിലിപ്പിച്ചാൻ, പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. എന്റെ ശബ്ദം കേൾക്കാമോ? യെസ് 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 യെസ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഈ രാത്രികാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾക്ക് ഒരുമിച്ച് ഈ ഒരു മാധ്യമത്തിൽ കൂടി കർത്താവിനെ ഒരു പ്രാവശ്യം സ്തുതിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മുടെ എവിടെയും ജീവിതത്തിൽ നൽകി തന്നിരിക്കുന്ന ഈ നല്ല സാവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാല ഇന്നത്തെ മീറ്റിംഗില് എന്നെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്ത പാസ്റ്റർ തോമസ് അവർക്ക് എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നിന്ന് ഞാൻ നന്ദി അറിയിക്കുന്നു. ഇന്ത്യ ബൈബിൾ മിഷൻ കൂടി കർത്താവിന്റെ നാമമഹത്വത്തിന് വേണ്ടി, കർത്താവിന്റെ രാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന സഹപ്രവർത്തകരെ എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുകയും വരും ദിവസങ്ങളിൽ ദൈവരാജ്യത്തിന്റെ പെട്ടുപണിക്ക് അനേകരെ നിത്യതയിലേക്ക് കൊണ്ടെത്തിക്കുവാൻ അവരുടെ പ്രവർത്തനങ്ങളിൽ കൂടി ദൈവം സാധ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ കോവിഡ് വ്യാപിച്ചിരിക്കുന്ന ഇതിന്റെ നടുവിലും കൃപയാല് ഒരു കാര്യം ഞാൻ ഓർത്ത് സന്തോഷിക്കുന്നു, ദൈവവചനത്തിന് ഒരു കുറവില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച എൻ്റെ ഭക്തർ പറയുവാനിടയായി, ഈ കോവിഡിന്റെ മധ്യത്തിലും അനേകര് പല വിധത്തിലുള്ള ഭാരത്തില് പ്രയാസത്തില് ആഹാരമൊക്കെ ഇല്ലാതിരിക്കുമ്പോൾ ദൈവം അത്ഭുതമായിട്ട് ഞങ്ങളെ കുടുംബമായിട്ട് കാത്തു പരിപാലിച്ച വിധങ്ങളെ ഓർത്ത് ഞാൻ കുഞ്ഞുങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനിടയായി. ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം, ഈ ഒരു കോവിഡ് വ്യാപിച്ചിരിക്കുന്നതിന്റെ നടുവിലും ദൈവവചനം എൻ്റെ അറിവനുസരിച്ച് പഴയതിലും കൂടുതലായിട്ട് നമ്മൾ കേൾക്കുവാൻ ഈ ദിവസങ്ങൾ കർത്താവ് മുഖാന്തരം ഒരുക്കുന്നുള്ളൂ. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ഓഫ്കോഴ്സ് ഒരുമിച്ച് ആലയത്തിൽ കടന്നു വരാൻ സാധിക്കുന്നില്ല എങ്കിൽ തന്നെ ഇങ്ങനെയുള്ള മാധ്യമത്തിൽ കൂടി യൂട്യൂബിൽ കൂടിയൊക്കെ ദൈവവചനം സമൃദ്ധമായിട്ട് കേൾക്കുവാൻ സാഹചര്യവും
അതുപോലെ സമയവും ദൈവം ഒരുങ്ങുന്നല്ലോ. ഞാൻ ദൈവത്തെ ഓർത്ത് സ്തുതിക്കുന്നു, സ്തോത്രിക്കുന്നു. ദൈവത്തിന്റെ പ്രവർത്തനക്കാർ ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. കാരണം കഴിഞ്ഞ നാളിൽ ഒരുപക്ഷെ നമുക്ക് ഏവർക്കും നമ്മുടെ ജോലി സംബന്ധമായുള്ള കാര്യങ്ങളിൽ മറ്റു പല കാര്യങ്ങളാൽ ആവശ്യമായിട്ട് സമയം കിട്ടാതെ ഇരുന്നപ്പോൾ ഈ ദിവസങ്ങളെ ശാന്തതയോടെ ഇന്ന് ദൈവത്തെ ധ്യാനിപ്പാനും വചനം ധ്യാനിപ്പാനും വചനം കേൾപ്പാനും ദൈവസ്ഥാനം സമർപ്പിക്കാനും ഒക്കെയും ദൈവം ഇടയാക്കിയല്ലോ. ഞാൻ അത് ദൈവത്തെ ഓർത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വരും ദിവസങ്ങളിൽ കർത്താവ് നമുക്ക് ആയുസ് നീട്ടിത്തരുന്നെങ്കിൽ അധികമായിട്ട് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഏവരെയും ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് തോമസ് പാസ്റ്റർ പ്രാർത്ഥിക്കുന്നു, ജോൺ ചാനുവൽ പ്രാർത്ഥിക്കുന്നു, തുടക്കത്തിൽ പാട്ട് ലീഡ് ചെയ്ത ക്രിസ്റ്റിയോത്ത് പ്രാർത്ഥിക്കുന്നു. ഇവരെയൊക്കെയും സമർത്ഥമായ ദൈവം തുറന്നും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ തുടക്കത്തിൽ പരിചയപ്പെടുത്തല്ലോ. എൻ്റെ പേര് ഫിലിപ്പ് വർഗീസ് എന്നാണ്. ഞങ്ങൾ കുടുംബമായിട്ട് വിപ്രോളിൽ താമസിക്കുന്നു. വിപ്രോളി ചർച്ച് ഓഫ് ഗോഡിലെ മെമ്പേഴ്സ് ആണ്. എനിക്ക് 2 കുഞ്ഞുങ്ങളാണ്. മകന് അലക്സ്, അവന് നാട്ടിലെ അടൂർ മണക്കാലിൽ നിന്നും BD പാസ്സായതിനു ശേഷം കഴിഞ്ഞ കുറച്ച് നാൾക്ക് മുമ്പേ വരെയും ഗോവയിലെ ഒരു ചർച്ചിന്റെ അസിസ്റ്റന്റ് പാസ്റ്ററായിട്ട് സേവനം അനുഷ്ഠിക്കായിരുന്നു. എന്നാൽ ഈ കോവിഡിനോട് ഉള്ള ബന്ധത്തില് അതിന്റെ 2 ദിവസം മുമ്പേ ബോംബെയിൽ കടന്നു വരാനിടയായി. ഇത് പിന്നാണ് ലോക്ക്ഡൌൺ ഡിക്ലെയർ ചെയ്തത്. അതിനാൽ തിരിച്ചു പോകാൻ സാധിച്ചില്ല. എങ്കിൽ തന്നെ ചില യൂത്ത് മീറ്റിംഗിലെ ചില ആരാധനയിലൊക്കെയും കർത്താവിനെ പാട്ട് ലീഡ് ചെയ്യാനും മെസ്സേജും ഒക്കെയും കർത്താവിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ മകള് ആൻമോള് MSW പഠിച്ചുകൊണ്ടിരിക്കുന്നു. കുടുംബമായിട്ട് കർത്താവ് തരുന്ന കൃപയ്ക്കനുസരിച്ച് കർത്താവിന് വേണ്ടി ഞങ്ങൾ പ്രയോജനപ്പെടുന്നു. നിങ്ങളുടെ പ്രാർത്ഥന വരും ദിവസങ്ങൾ ഞങ്ങൾക്ക് അനുഗ്രഹമായിട്ട് നിങ്ങൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം എന്ന് ഞാൻ തുടക്കത്തിൽ തന്നെ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ഇന്നത്തെ അല്പസമയത്തെ വചനധ്യാനത്തിനായിട്ട് ഒരു വേദഭാഗം നിങ്ങളുടെ മുൻപിൽ വായിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിന്റെ അവസാന പോർഷനാണ്. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിന്റെ അവസാന പോർഷൻ. ആ 27-ാം വാക്യം മൊത്തമേ വായിക്കുകയാണ്. അതിന് അവൻ, ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ, നിങ്ങൾ ശ്രദ്ധിച്ചില്ല. വീണ്ടും കേൾപ്പാൻ ഇച്ഛിക്കുന്നത് എന്ത്? നിങ്ങൾക്കും അവന്റെ ശിഷ്യന്മാർ ആകുവാൻ മനസ്സുണ്ടോ എന്ന് ഉത്തരം പറഞ്ഞു. നിങ്ങൾക്കും, അതിന്റെ അവസാനത്തെ 27-ന്റെ അവസാനത്തെ പോർഷൻ ഇങ്ങനെയാണ്: നിങ്ങൾക്കും അവന്റെ ശിഷ്യന്മാർ ആകുവാൻ മനസ്സുണ്ടോ എന്ന് ഉത്തരം പറഞ്ഞു. വളരെ സുപരിചിതമായുള്ള ഒരു വേദവാക്യമാണ് നാം ഇവിടെ വായിക്കാനിടയായത്. പ്രത്യേകിച്ച് യോഹന്നാന്റെ സുവിശേഷമൊക്കെയും നമ്മൾ വളരെയധികം ധ്യാനിക്കുകയും ഈ അധ്യായത്തിൽ തന്നെ നാം അനേക പ്രസംഗങ്ങള് കർത്താവിന്റെ ദാസന്മാരിൽ കൂടിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ നടന്ന കർത്താവ് ചെയ്ത ഒരു അത്ഭുത പ്രവൃത്തിയുടെ ഒരു രോഗസൗഖ്യത്തിന്റെ കാര്യമാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. അതായത് ഒരു കുരുടനായ, പ്രിവിൽ തന്നെ കുരുടനായിരുന്ന ഒരു ബാലന് കർത്താവ് സൗഖ്യം കൊടുത്തു. അതിന്റെ 1-ാം വാക്യത്തിൽ ഇപ്പോഴാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. അവൻ കടന്നു പോകുമ്പോൾ പിറവിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. അവിടെ ആ കർത്താവ് ചെയ്ത അത്ഭുത പ്രവൃത്തിയാണ് തുടർന്ന കാര്യങ്ങളൊക്കെയും വർണ്ണിച്ചിട്ടുണ്ട്. ഇവന്റെ പിറവിൽ തന്നെ കുരുടനായിരുന്നു. പ്രിയരെ, ഒരു കുരുടനായ മനുഷ്യന്റെ അവസ്ഥയെപ്പറ്റി ഞാൻ നിങ്ങളോട് വിവരിച്ചു പറയേണ്ട കാര്യമില്ല. എന്തെല്ലാം ഉണ്ടായെന്ന് പറഞ്ഞാലും കുരുടൻ എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തില് യാതൊരു പ്രത്യാശയുമില്ലാതെ, ഈ ലോകം എന്തെന്നറിയാതെ, ലോകത്തെ ഈ മനോഹരമായ ഈ ലോകത്തെ കാണാൻ സാധിക്കാതെ ഇവന് ഇങ്ങനെ ഈ കണ്ണു കാണാത്ത അവസ്ഥയിൽ ശിക്ഷ അയച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ അതിന്റെ 2-ാമത്തെ വാക്യത്തില് അപ്പൊ ഈ അവസ്ഥ കണ്ടോട്ടെ യേശുവിന്റെ ശിഷ്യന്മാര് യേശുവിനോട് ചോദിക്കുന്നുണ്ടോ? അതിന് 2-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നമുക്ക് കാണുന്നുണ്ട്: റബ്ബി, ഇവൻ കുരുടനായി പിറക്കത്തക്കൊണ്ടും ആർ പാപം ചെയ്തു, ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. ഒരുപക്ഷെ ഇതൊക്കെ നമ്മളിത് പഠിക്കുമ്പോൾ, അഥവാ നമ്മളെ ഈ ലോകത്തിൽ ചിന്തിക്കുമ്പോൾ, മറ്റുള്ളവരുടേതായുള്ള ഇതുമാതിരിയുള്ള ബുദ്ധിമുട്ടുകളെ, പ്രയാസങ്ങളെ കാണുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ഇങ്ങനെ ഒരു ചോദിക്കുമായിരിക്കും: ഇവൻ ഇത് സംഭവിക്കാൻ എന്തു പറ്റി? ഇവന് തുടരെ രോഗം വന്നുകൊണ്ടിരിക്കുന്നല്ലോ, ഇവന്റെ കണ്ണ് കാണുന്നില്ലല്ലോ, ഇവൻ മുടന്തനായിട്ടാണ് നടക്കുന്നത്, ഇവൻ സ്ഥിരം ഹോസ്പിറ്റലാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ചോദിച്ച് ഒരുപക്ഷെ ഇനിയും അത് അവന്റെ കുറ്റമായിരിക്കാം, അതോ അവന്റെ മാതാപിതാക്കളുടെ ആയിരിക്കാം, അല്ലെങ്കിൽ പൂർവികന്മാരുടെയൊക്കെ ആയിരിക്കാം എന്ന് ഒരു പക്ഷേ
നമ്മളങ്ങനെ പറഞ്ഞു കാണും, അഥവാ മനസ്സിൽ പലപ്പോഴുമെങ്കിലും തോന്നിക്കാണും. പക്ഷെ ഇവിടെ ശിഷ്യന്മാര് ഇത് കർത്താവിനോട് ചോദിച്ചപ്പം കർത്താവ് പറഞ്ഞു, അവന്റെ കുഴപ്പമല്ല, അവന്റെ അമ്മപ്പന്നാരുടെ പാപമല്ല, ഒരു കുഴപ്പമില്ല, ദൈവനാമം ഇതിൽ കൂടി മഹത്വമെടുക്കണം. ഇവിടെ നടക്കുന്ന അത്ഭുത പ്രവൃത്തിയിൽ കൂടി, ഇവിടെ നടക്കുന്ന ഈ വലിയ സൗഖ്യത്തിൽ കൂടി, ഇവിടെ നടക്കുന്ന ഈ വലിയ വിടുതലിൽ കൂടി യേശുവിന്റെ നാമം മഹത്വമെടുക്കണം. യേശുവിന്റെ നാമത്തിലുള്ള വിടുതൽ എന്തെന്ന് ജനം അറിയണം. യേശുവിന്റെ നാമത്തിലുള്ള സൗഖ്യം എന്താണെന്ന്, യേശു ആരാണെന്ന് ജനം അറിയണം. ആയതിനാലാണ് ഇങ്ങനെ സംഭവിച്ചു എന്ന് യേശു ശിഷ്യന്മാരോട് ഉത്തരം പറയുവാൻ ഇടയായി. പിന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. അതിവേഗം ഞാൻ മുന്നോട്ട് പോകട്ടെ. അതിനുശേഷം കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ടോ, ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ നിലത്ത് തുപ്പി, തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി, ചേറ് അവന്റെ കണ്ണിന്മേൽ പൂശി, നീ ചെന്ന് ശീലോഹാൻ കുളത്തിൽ കഴുകുക എന്ന് അവനോട് പറഞ്ഞു. കർത്താവിന് ശേഷം നിലത്ത് തുപ്പി അല്പം ചേറുണ്ടാക്കി അവനോട് പറഞ്ഞു, നീ പോയി ശീലോഹാൻ കുളത്തിൽ കഴുകുക എന്ന് പറഞ്ഞു. അവൻ പോയി കഴുകി സൗഖ്യം പ്രാപിച്ചു. ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി അവിടെ നടന്നു. ഈ ഒരു അത്ഭുത പ്രവൃത്തി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ദേശത്തൊക്കെയും വലിയ ചർച്ചാ വിഷയമായി. ദേശം ഇളകുവാൻ തുടങ്ങി. ദേശ നിവാസികളുടെ സംസാര വിഷയം ഇത് തന്നെയായി. ഇവനല്ലായിരുന്നു കഴിഞ്ഞ ദിവസം വരെ ഭിക്ഷ അയച്ചുകൊണ്ടിരുന്നത്, ഇവൻ കണ്ണു കാണത്തില്ലായിരുന്നല്ലോ, ഇവനിത് എന്ത് സംഭവിച്ചു? അപ്പം ചെല്ലു പറഞ്ഞു, അവനല്ല ഇവനല്ല അവനല്ല എന്നൊക്കെയും ആ നാട്ടുകാരുടെ ഇടയിലൊക്കെയും സംസാരം നടക്കുവാനിടയായി. എന്നാൽ അതിന്റെ 9-ാം വാക്യത്തിൽ ഇവൻ തന്നെ പറയുവാനിടയായി, അവൻ ഞാൻ തന്നെ. എനിക്ക് കണ്ണിന് കാഴ്ചയില്ലായിരുന്നു, ഞാൻ കുരുടനായിരുന്നു. നിങ്ങൾ സംസാരിക്കുന്ന, നിങ്ങളുടെ മെയിൻ സംസാര വിഷയമാകുന്ന ആ വ്യക്തി ഞാൻ തന്നെ എന്ന് അവൻ പറഞ്ഞു. ഈ ഒരു കാര്യം ഈ തരുണത്തിൽ ഞാൻ ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുകയാണ്. ഇവൻ ജന്മന കുരുടനായി ജനിച്ചെങ്കിലും വലിയ പ്രയാസമൊന്നുമില്ലാതെ കാര്യങ്ങളൊക്കെ നടന്നു പോവുകയായിരുന്നു. ഭിക്ഷ അയക്കുകയായിരുന്നു. ആ കിട്ടുന്ന ഭിക്ഷപ്പണം കൊണ്ട്, ചില നാണയ തുട്ടുകൾ കൊണ്ട് വലിയ അലച്ചിലില്ലാതെ, വലിയ പ്രയാസമില്ലാതെ, വലിയ പട്ടിണിയില്ലാതെ, മറ്റു വിഷയങ്ങളൊന്നുമില്ലാതെ, മറ്റു ചോദ്യങ്ങളൊന്നുമില്ലാതെ ഇവൻ ജീവിച്ചു പോവുകയായിരുന്നു. യാതൊരു പ്രയാസമില്ലായിരുന്നു. പക്ഷെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇവൻ കാഴ്ച പ്രാപിച്ച നിമിഷം തൊട്ട് ഇവന് ഒരു വിധത്തിൽ അനേകം ചോദ്യത്തെ അഭിമുഖീകരിക്കേണ്ടി വന്നു. കഴിഞ്ഞ ദിവസം വരെ ഇവൻ ഭിക്ഷയാചിച്ചുകൊണ്ടിരുന്നു. കഴിഞ്ഞ ദിവസം വരെ മറ്റുള്ളവർ സഹായത്താൽ മാത്രമേ ഇവൻ നടക്കാനൊക്കത്തുള്ളായിരുന്നു, അല്ലെങ്കിൽ കഴിക്കാനുള്ള ആർക്കും വേണ്ടി ആരെങ്കിലും സഹായിക്കണമായിരുന്നു. പക്ഷെ ഇവൻ കാഴ്ച പ്രാപിച്ചപ്പോൾ മുതൽ അനേക ചോദ്യത്തിന് ഇവൻ മറുപടി കൊടുക്കേണ്ടി വന്നു. അതിന്റെ 10-ാം വാക്യത്തിൽ ഇപ്രകാരം ചോദിക്കുന്നു, നിന്റെ കണ്ണ് തുറന്നത് എങ്ങനെയെന്ന് ചോദിച്ചു. അനേക ചോദ്യങ്ങളാണ് ഇവനോട് ചോദിക്കുന്നത്. നിന്റെ കണ്ണ് എങ്ങനെ തുറന്നു എന്ന് ചോദിച്ചു. ഇവൻ കുരുടനായിരുന്നു. എങ്ങനെ തുറന്നെന്നൊന്നും അറിയത്തില്ല. കണ്ണിന്മേൽ ചേറുണ്ടാക്കി പുരട്ടി ശീലോഹങ്കളത്തിൽ പോയി കഴുകി സൗഖ്യം പ്രാപിച്ചു. സൗഖ്യം പ്രാപിച്ച ശേഷമേ കാണുന്നുള്ളൂ. ഇതിന് മുമ്പത്തെ കാര്യമൊന്നും അവൻ അറിയത്തില്ല. എന്തോ സംഭവിച്ച ആരാന്നൊന്നും അവൻ അറിയത്തില്ല. പക്ഷെങ്കില് ഇവന് സംഭവിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ, ചോദ്യങ്ങളുടെ പരമ്പരയായിരുന്നു. നിന്റെ കണ്ണ് തുറന്ന എങ്ങനെയെന്ന് ചോദിച്ചതിന് അവൻ യേശു എന്ന പേരുള്ള ഒരു മനുഷ്യൻ ചേറുണ്ടാക്കി എന്റെ കണ്ണിന്മേൽ കുശി ശീലോഹങ്കളത്തിൽ ചെന്ന് കഴുകുക എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പോയി കഴുകി കാഴ്ച പ്രാപിച്ചു എന്ന് ഉത്തരം പറഞ്ഞു. അടുത്ത ചോദ്യം, അവൻ എവിടെയെന്ന് അവർ അവനോട് ചോദിച്ചു. ഈ കർത്താവ് ഇത് ചെയ്തതിനു ശേഷം ഇവൻ ശ്രീരാമകുളത്തിലേക്ക് പോയി, കർത്താവിന്റെ വേളയിൽ പോയി. ഇവനോട് ചോദിക്കാണ്, അവൻ എവിടെ? ഇവൻ സൗഖ്യം പ്രാപിച്ച മുമ്പത്തെ കാര്യമാണ്. അവൻ എവിടെയെന്ന് ഇവൻ അറിയത്തില്ല. പക്ഷെ ഇവൻ ആരാണ് സൗഖ്യം ചോദിക്കുന്നു, അവൻ എവിടെയാണെന്ന് ചോദിക്കുന്നു. ഇതിന്റെ 12-ാം വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞ്, അവൻ എവിടെയെന്ന് അവർ അവനോട് ചോദിച്ചത് ഞാൻ അറിയുന്നില്ല എന്ന് അവൻ പറഞ്ഞു. പിന്നെയും ചോദ്യമാണ്. അതിന്റെ 14-15-ാം വാക്യത്തിലെ
അവൻ കാഴ്ച പ്രാപിച്ചത് എങ്ങനെയെന്ന് നാട്ടുകാരിൽ നിന്ന് അടുത്ത സ്റ്റേജിലേക്ക് പോവുകയാണ്. ആദ്യമേ നാട്ടുകാര് അതിന് ചുറ്റുപാടിലുള്ളവരായിരുന്നു. അതിൽ നിന്നും ഒരു സ്റ്റേജ് ഫർദറായിട്ട് പോകണം, മുന്നോട്ട് വേണം. അവൻ കാഴ്ച പ്രാപിച്ചത് എങ്ങനെയെന്ന് പരീശന്മാരും അവനോട് ചോദിച്ചു. മനസ്സിലാക്കുക, ഇന്നലെ വരെയും ഇവൻ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. കിട്ടുന്ന പണം കൊണ്ട് ജീവിച്ചു പോരുമായിരുന്നു. ഇവന് കണ്ണ് കാണത്തില്ലായിരുന്നു, കുരുടനായിരിക്കായിരുന്നു. പക്ഷെങ്കിൽ ഇവന് കാഴ്ച പ്രാപിച്ചപ്പോൾ തൊട്ട് ദേശക്കാരുടെ വിഷയമായി അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. പരീശന്മാർ കൂടി വരാൻ തുടങ്ങി. ഇവനോട് ചോദിക്കുകയാണ്, അവൻ കാഴ്ച പ്രാപിച്ച് എങ്ങനെയെന്ന് പരീശന്മാരും അവനോട് ചോദിച്ചു. അവൻ അവരോട്, എന്റെ കണ്ണിന്മേൽ ചേറ് തേച്ചു, ഞാൻ കഴുകി കാഴ്ച പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ കാഴ്ച പ്രാപിച്ചു. അടുത്ത വിഷയം എന്താണെന്ന് ചോദിച്ചാല്, പരീശന്മാർ ചിലർ ഈ മനുഷ്യൻ ശബത്ത് പ്രമാണിക്കായുണ്ടോ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നില്ല എന്ന് പറഞ്ഞു. മറ്റു ചിലർ ഭാവിയായ ഒരു മനുഷ്യന് ഇങ്ങനെയുള്ള അടയാളങ്ങൾ ചെയ്യുവാൻ എങ്ങനെയെന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ ഇടയിൽ തന്നെ ഒരു ഭിന്നിപ്പുണ്ടായി. നോക്കിയോണമേ വിഷയങ്ങളുടെ പോക്ക്. വീണ്ടും ശ്രദ്ധിക്കുക, ഇവൻ കുരുടനായിരുന്നു, ലോകത്തെ കാണാൻ സാധിക്കത്തില്ലായിരുന്നു, ഭിക്ഷ അയച്ചുകൊണ്ടിരുന്നു. കാഴ്ച പ്രാപിച്ചപ്പോൾ തൊട്ട് ദേശക്കാർ ഈ വിഷയം ഏറ്റെടുത്തു. ദേശക്കാരിൽ നിന്ന് അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നു. പരീശന്മാര് ആകി. പരീശന്മാര് പിന്നെ ന്യായപ്രമാണത്തിന്റെ കാര്യങ്ങളെല്ലാം ചികഞ്ഞെടുത്തിട്ട് നോക്കുകയാണ്, ശബത്ത് നാളിലാണ് ഇവൻ സൗഖ്യം പ്രാപിച്ചത്. അത് ശരിയല്ലല്ലോ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഒരുപക്ഷെ നമ്മുടെയൊക്കെയും ജീവിതത്തിലും ഇതുമാതിരിയുള്ള ചോദ്യങ്ങള് വണ്ണോർ അതവേ അഭിഹരിച്ച ആരെങ്കിലുമൊക്കെ ഇവിടെ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇവന് കാഴ്ച കിട്ടിയാലുള്ള സന്തോഷമല്ല ഇപ്പോഴത്തെ ജനങ്ങൾക്ക്. ഇവൻ എവിടുന്നാ സൗഖ്യം വന്നേ? ആര് സൗഖ്യം കൊടുത്തു? എങ്ങനെ കൊടുത്തു? എന്നാ കൊടുത്തത്? എന്ന ഉള്ള വിവിധമായ ക്വസ്റ്റ്യൻ കൂടി ഇവനെ മുട്ടിക്കുവാൻ തുടങ്ങി. ഇതെങ്ങും തീരാഞ്ഞിട്ട് അടുത്ത ചോദ്യം 17 വാക്യം നമുക്ക് ഇപ്രകാരം കാണാൻ സാധിക്കുന്നുണ്ട്. അവർ പിന്നെയും തുറന്നോട്, നിന്റെ കണ്ണു തുറന്നുകൊണ്ട് നീ അവനെ കുറിച്ച് എന്തു പറയുന്നു എന്ന് ചോദിച്ചന് അവനൊരു പ്രവാചകൻ എന്ന് പറഞ്ഞു. നോക്കി, ഏതെല്ലാം ചോദ്യചിഹ്നങ്ങളാണ് ഇവൻ അഭിനയിക്കേണ്ടത്. സൗഖ്യം കിട്ടി, ഓരോന്ന് ചോദ്യം. സൗഖ്യം ആരാ തന്നത്? എവിടെ തന്നു? എപ്പം തന്നു? ആര് തന്നു? അവനെ പറ്റിയുള്ള ചോദ്യം ഇവനോട് ചോദിക്കാണ്. നിനക്ക് പിന്നെ അവനോട് കണ്ണു നീ അവനെ കുറിച്ച് എന്ത് പറയുന്നു എന്ന് ചോദിച്ചന് അവനൊരു പ്രവാചകൻ എന്ന് അവൻ പറഞ്ഞു. ചോദ്യങ്ങളുടേതായുള്ള ആ പരമ്പര അവിടെ കൂടെ തീരുന്നില്ല. പ്രിയ സഹോദരങ്ങളെ, ഇതൊക്കെയും തീർന്നതിന് ശേഷം അടുത്ത പടിയിലേക്ക് വീണ്ടും പ്രവേശിക്കുകയാണ്. അതിന്റെ അടുത്ത വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നത്, കാഴ്ച പ്രാപിച്ചന്റെ അമ്മയപ്പന്മാരെ വിളിച്ച് ചോദിക്കോളം അവർ കുരുടനായിരുന്നു എന്നും കാഴ്ച പ്രാപിച്ചു എന്നും യഹൂദന്മാർ വിശ്വസിച്ചില്ല. അടുത്ത സ്റ്റെപ്പിലേക്ക് പോണ്. എന്നിട്ട് 19-ാമത്തെ വാക്യം നമുക്ക് ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നുണ്ട്, കുരുടനായി ജനിച്ചു നിങ്ങൾ പറയുന്ന നിങ്ങളുടെ മകൻ ഇവൻ തന്നെയോ? ഇവന്റെ മാതാവിനെ ഇവന്റെ പിതാവിനെ പേരൻസിനെ വിളിച്ചോണ്ട് വരിക, ഈ പയ്യൻ നിങ്ങളുടെ മകനാണോ? ഇവൻ കുരുടനായിരുന്നല്ലോ, ഇവൻ സംഗതി നിങ്ങളുടെ തന്നെയാണല്ലോ. ഇവര് ഈ അടുത്ത ചോദ്യം മാതാപിതാക്കളും അഭിമുഖീകരിക്കേണ്ടി വരികയാണ്. 19 വാക്യം ഒന്നുകൂടെ വായിച്ചുകൊണ്ട്, കുരുടനായി ജനിച്ചു എന്ന് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ മകൻ ഇവൻ തന്നെയോ? എന്നാൽ അവന് ഇപ്പോൾ കണ്ണു തുറന്നത് എങ്ങനെയെന്ന് അവർ അവരോട് ചോദിച്ചു. കുരുടനായിരുന്നു, അനേക വർഷങ്ങളായിട്ട് ഇവൻ ജനിച്ചപ്പോൾ തൊട്ട് കുരുടനായിരുന്നു. ഒരുപക്ഷെ എനിക്കറിയാം പ്രിയർ ഒന്ന് ഇമാജിൻ ചെയ്യാൻ സാധിക്കുമോ? നമ്മുടെ ഒരു കുഞ്ഞ് ജനിച്ചപ്പോൾ തൊട്ട് കണ്ണ് കാണാൻ വയ്യാത്തൊരവസ്ഥയിലാണെങ്കിൽ ആ മാതാപിതാക്കൾക്കുണ്ടാകാവുന്ന ഹൃദയത്തിന്റെ വ്യഥ, ഭാരം എന്തുമാത്രം തീവ്രതയുള്ളതായിരിക്കും നമുക്കൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ഈ കുഞ്ഞിനോട് ഉള്ള ചോദ്യത്തിന് അപ്പുറമായിട്ട് വീണ്ടും അടുത്ത സ്റ്റെപ്പിലോട്ട് മാതാപിതാക്കളോട് ഇവർ ചോദിക്കുകയാണ്, യഹൂദന്മാർ കുരുടനായി ജനിച്ചു എന്ന് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ മകൻ ഇവൻ തന്നെയോ? എന്നാൽ അവനെ കണ്ണു കാണുന്നത് എങ്ങനെയെന്ന് അവർ അവരോട് ചോദിച്ചു. അതിന്റെ ഉത്തരം ഇവിടെ എഴുതിയിരിക്കുന്നു, അവന്റെ അമ്മയപ്പന്മാർ ഇവൻ ഞങ്ങളുടെ മകൻ എന്നും കുരുടനായി ജനിച്ചവൻ എന്നും ഞങ്ങൾ അറിയുന്നു, എന്നാൽ കണ്ണ് കാണുന്നത് എങ്ങനെയെന്ന് അറിയുന്നില്ല. അവന്റെ കണ്ണ് ആർ തുറന്നു എന്നും അറിയുന്നില്ല. അവനോട് ചോദിപ്പീൻ, അവന് പ്രായമുണ്ടല്ലോ, അവൻ തന്നെ പറയും എന്ന് ഉത്തരം പറഞ്ഞു. പ്രിയരെ,
ഈ ചോദ്യം ചോദിച്ചത് മാതാപിതാക്കളോടാണ്. എനിക്കിത് വായിച്ചപ്പോൾ വളരെയധികം ഉള്ളിൽ ഒരു വേദന ഉണ്ടായി, ഒരു പ്രയാസമുണ്ടായി. ഈ കാര്യങ്ങളൊക്കെ ഇവിടെ മാതാപിതാക്കൾക്ക് അറിയാം ഇവർ ഗുരുനായി ജനിച്ചെന്ന്. എന്നാൽ ഞാൻ ഈ മാതാവ് എന്തുകൊണ്ട് യേശു ഇവന് സൗഖ്യം കൊടുത്തു എന്ന് പറയുവാൻ മടി കാണിക്കും? നമ്മുടെയൊക്കെ ജീവിത സാഹചര്യത്തില് ഒരു പക്ഷെങ്കില് ഇതുമാതിരിയുള്ള ചോദ്യങ്ങളെ നാം അഭിമുഖീകരിച്ചിട്ടില്ലേ? എന്റെ വ്യക്തിപരമായ ജീവിതത്തിലും അനുഭവത്തിന്റെ സാക്ഷ്യം പറയുകയാണെങ്കിൽ വളരെ ദീർഘമായിട്ട് എടുക്കും. എന്നാൽ ഞാനൊരു മാർത്തമ ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ചു. വളരെ ആക്റ്റീവായിട്ട് മാർത്തമയിൽ അവിടുത്തെ അറിവനുസരിച്ച്, അന്നത്തെ അറിവനുസരിച്ച് സഭയുടെ ചട്ടങ്ങളിൽ ആരാധിച്ചുമൊക്കെ പോയിരുന്നു. എന്നാല് ഒരു സുപ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായിട്ട് ഇടപെട്ടത് കാരണത്താല് കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ദൈവ കൽപ്പന അനുസരിപ്പാൻ ഞാൻ തീരുമാനമെടുത്തു. ഇത്തരണത്തിലുള്ള നല്ല പ്രയാസങ്ങളുണ്ടായിരുന്നാൽ പലരും, പള്ളിയിലുള്ള ആൾക്കാര്, സ്വന്തം ബന്ധുമിത്രാദികള് ഒക്കെയും അവന് ഭ്രാന്താണ്, ഈസ് എ ഫൂൾ, മണ്ടത്തരം കാണിച്ചിരിക്കുന്നത്, ഇത്ര വലിയൊരു അനുഭവത്തിൽ അവൻ എങ്ങോട്ടാണ് പോകുന്നത്, നമ്മളാരും പ്രാർത്ഥിക്കുന്നില്ലയോ, നമ്മൾ പ്രാർത്ഥിച്ച ദൈവം കേൾക്കത്തില്ലയോ, ഇവര് മാത്രമേ സ്വർഗത്തിൽ പോകുകയുള്ളൂ എന്നുള്ള അനേക ചോദ്യങ്ങൾക്ക് ഞാനും അഭിമുഖീകരിക്കേണ്ടി വന്നു. എന്നാൽ ഞാൻ പറയാമല്ലോ, അന്ന് ഞാൻ വിക്ടോറിയ മാർത്തോമാ സഭയിലെ സെക്രട്ടറി വരെ ആയിരുന്നിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആദ്യം അതിന്റെ എല്ലാ പൊസിഷനുകളും, അതായത് യൂത്ത് മീറ്റിംഗിന്റെ സെക്രട്ടറി, യൂത്തിന്റെ വൈസ് പ്രസിഡന്റ്, സെൻട്രൽ റീജിയന്റേതായിട്ടുള്ള വൈസ് പ്രസിഡന്റ്, ഇടവ കമ്മീഷന്, ഇങ്ങനെയുള്ള എല്ലാ പൊസിഷനിലും പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ് കർത്താവ് എന്നെ വിളിച്ച് വേർതിരിച്ച്. അപ്പം ഒരുപക്ഷെ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ സാധിക്കുമായിരിക്കും ഏതെല്ലാം ഒരു 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 ഫ്രണ്ട് സർക്കിളിൽ നിന്നാണ് ഞാൻ ഇങ്ങോട്ട് വരാനിടയായിരുന്നു. ഈ പോന്നപ്പോൾ പലരും പറഞ്ഞു ഇവൻ മണ്ടനാണ്, മടയനാണ്, ഫൂളാണ്, അതാണ് ഇതാണ്. പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് ആ വിധത്തില് ഒരുപക്ഷെ ശൗലിനെ വിളിച്ച് വേർതിരിച്ച മാതിരി ഒരു വ്യക്തമായ ഒരു എൻകൗണ്ടർ എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതാണ് വെച്ചാല് ലോകത്തുള്ള ആരെല്ലാം പറഞ്ഞ പഴിയോ ദുഷ്യോ നിന്നയോ ഒന്നും എന്നെ ഏൽക്കാതെ കർത്താവിന് വേണ്ടി ശക്തമായി നിൽക്കാൻ സ്വർഗത്തിലെ ദൈവം കൃപ തന്നു. അതിനുശേഷം അന്നത്തെ ഒരു ആത്മീയ കാഴ്ചപ്പാടനുസരിച്ച് ഇറങ്ങി ആ തീഷ്ണതയില് നിങ്ങൾ പറയട്ടെ, ദൈവനാമം മാത്രം വേണ്ടി ഒരു കാര്യം പറയട്ടെ, അന്ന് ദൈവാത്മാവ് തന്ന ഒരു 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 ആലോചനയ്ക്ക് അനുസരിച്ച് 50 പേരുടെ പേരെഴുതി പ്രാർത്ഥിക്കുവാൻ കർത്താവ് കൃപ തന്നു. 50 പേരുടെ ദൈവനാമം മാത്രം വേണ്ടി പറയട്ടെ, 50 പേരെ പേരെഴുതി പ്രാർത്ഥിച്ചു. അതിൽ അധികം പേരും ദൈവ കൃപയാല് വിശ്വാസ സ്നാനം സ്വീകരിച്ചോ, കർത്താവിനെ രക്ഷിതാവായി അംഗീകരിച്ച വേർപെട്ട ആരാധനായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഇടാക്കി. 50 പേർ എന്ന് പറഞ്ഞാൽ അന്ന് എഴുതിയിരിക്കുന്ന 50 ഫാമിലിയാ. അവരുടെയൊക്കെ ഫാമിലികളിൽ നിന്ന് അവിടെ മക്കളായിട്ടുണ്ട്, ചേട്ടനായിട്ടുണ്ട്, അനിയനായിട്ടുണ്ട്, അളിയനായിട്ടുണ്ട്, അനിയത്തിയായിട്ടുണ്ട്. അടുത്ത തലമുറയൊക്കെ കർത്താവിന്റെ വേലയിൽ തന്നെ ആയിരിക്കുന്നു. പറയട്ടെ, ഞങ്ങളുടെ വലിയൊരു കുടുംബമാണ്. 12 മക്കളുടെ ഒരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ ഇറങ്ങിയത്. ഞാൻ അതിനകത്തെ 8ാമത്തെ മകനാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് 2 ബ്രദേഴ്സ് ഒഴിച്ച് ബാക്കി എല്ലാ ബ്രദേഴ്സും വേർപെട്ട ആരാധനയിലാണ്. 4 സിസ്റ്റേഴ്സ് ഉണ്ട്. അവരിലും 2 പേരൊഴിച്ച് ബാക്കി 2 പേര് വിശ്വാസത്തിലാണ്. ഒരു പെങ്ങളുടെ മകൻ കർത്താവിന്റെ വേലയില് പാൽഗറിലായിരിക്കുന്നു. അതുപോലെ തന്നെ എന്റെ വൈഫിന്റെ വീട്ടിൽ നിന്ന് അവർ കാത്തലിക് ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു. നിങ്ങൾക്ക് ഒരുപക്ഷെ ഏകദേശം മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പ്രിയ വൈഫിന്റെ ബ്രദർ, എന്റെ അളിയൻ മഹാരുമദ്യപാനിയായിരുന്നു. എന്നാൽ വളരെയധികം വിവരിച്ചു പറയേണ്ടതാണ്. എന്നാൽ ദൈവം അവരെ സ്നേഹിച്ച് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചോ, വേർപെട്ട ആരാലായിരിക്കാൻ വൈഫിന്റെ ബ്രദറിനെ സഹായിച്ചു, വൈഫിന്റെ മാതാവിനെ സഹായിച്ചു, വൈഫിന്റെ ജ്യേഷ്ഠത്തെ സഹായിച്ചു. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനേകരുടെ വിടുതൽ കാണുവാന്, അനേകര് ദൈവഭാഗത്തേക്ക് കടന്നു വരാൻ ഇടയായത് കാണുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. അതുപോലെ തന്നെ മാർത്തോമാ സഭയിൽ നിന്നും അനേകർക്ക് പ്രാർത്ഥിപ്പാൻ ഇടയായി.
അനേകര് കർത്താവുമായുള്ള ഒരു ആത്മീയ ബന്ധത്തിലായിത്തീരുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയല്ലോ. ഹാലിയ ഞാൻ അതിനെ ദൈവത്തെ സ്തുതിക്കുന്നു, ശ്രമിച്ചു. അത് ഞാൻ മാത്രം പ്രവർത്തിച്ചെന്നല്ല, ഞാൻ പറയാമല്ലോ ഒരു വലിയ മരമാണെങ്കിൽ ഒരാൾ തന്നെ ചിലപ്പോൾ വെട്ടിയാല്, അല്ലെ ഒരു ദിവസം കൊണ്ട് വെട്ടിയാൽ മാത്രം വീഴത്തില്ല മരം. എന്നാൽ അനേക ദൈവദാസന്മാരോട് കൂടെ ചേർന്ന് അങ്ങനെയുള്ള ഭവനങ്ങൾ വിസിറ്റ് ചെയ്യും, അനേക ദിവസങ്ങളെ പ്രാർത്ഥനയും ആ വിശ്വാസത്തിന്റെ തീഷ്ണതയും കാരണത്താല് കർത്താവ് അവരൊക്കെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന് ഇന്ന് വേർപെട്ടാരായിരിക്കുന്നത് കാണുവാൻ സ്വർഗത്തിൽ ദൈവം ഇടയാക്കി ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രിക്കുന്നു. അതിൽ ഈ വന്നിനെ ഓർത്തുള്ള ഞാൻ സന്തോഷിക്കുന്നു. എന്നാൽ ഇപ്പോഴും എന്റെ മനസ്സിലൊരു വ്യഥയുണ്ടോ, ഒരു പ്രയാസമുണ്ട്. അതിൽ ചില കുടുംബങ്ങളെങ്കിലും ഇപ്പോഴും അറിയാം, അവർക്ക് ഈ ആത്മീയ സത്യം അറിയാം, ഈ ആത്മീയ മർമ്മം അറിയാം, ഇത് വ്യക്തമായിട്ട് അവർ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. എന്നാൽ ഈ ആത്മീയ സ്നേഹത്തിൽ നിന്ന്, ഈ സന്തോഷത്തിന്റെ അവസ്ഥയിൽ നിന്ന് അവർ വേർപെട്ട് മാറിയിരിക്കുന്നത് കാണുമ്പോൾ ഉള്ളിലൊരു പ്രയാസമുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കർത്താവിന്റെ വരവ് നീളുന്നെങ്കിൽ അവരും ദൈവത്തെ ഒരുമിച്ച് ആത്മാവിൽ ആരാധിപ്പാനുള്ള ദിവസങ്ങൾ മുന്നിലുണ്ടോ എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ട്. കർത്താവ് ഇതിന്റെ താരതനുസരിച്ച് ഞാൻ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് എന്റെ ഏറ്റവും ഇളയ അനിയനാണ് ഈ വിശ്വാസത്തിലേക്ക് ഇറങ്ങാനിടയായത്. അന്ന് ഞാൻ ബോംബെയിൽ നിന്ന് പോയിട്ട് അവനെ ബോംബെയിൽ നിന്ന് പോയെന്നുള്ള ആ ഒരു അധികാരം, ജ്യേഷ്ഠൻ എന്നുള്ള അതിലൊന്നുകൂടെ ഉള്ള അധികാരം ഉപയോഗിച്ച് ഒത്തിരിയും മാനസികമായിട്ട് അവനെ പീഡിപ്പിക്കുകയും വഴക്ക് പറയുകയൊക്കെ ചെയ്തു. എന്നാൽ എന്റെ അനിയനെ അന്നത്തെ പ്രായത്തില് എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിന്നു. ഞാൻ അവനോട് പറഞ്ഞു, ഞാൻ നിന്നെ വീട്ടിൽ നിന്ന് വിടത്തില്ല, വീട്ടിൽ നിന്ന് വിശ്വാസത്തിലേക്ക് നീ പോകാൻ നിന്നെ കെട്ടിയിടുമെന്ന് പറഞ്ഞു. അവൻ എന്നോട് പറയുകയുണ്ടായി, എന്നെ കെട്ടിയിട്ടാലും കെട്ടുപൊട്ടുന്ന അന്ന് ഞാൻ പോയി, ഞാൻ സ്നാനപ്പെടും, എന്റെ ഈ തീരുമാനത്തിൽ നിന്ന് അകറ്റുവാൻ ഒരു കുഞ്ഞുങ്ങൾക്ക് സാധിക്കില്ല എന്ന് എന്റെ ഏറ്റവും ഇളയ സഹോദരൻ പറയുവാനിടയായി. ഇന്ന് കർത്താവിന്റെ വേലയില് റാന്നിക്കടുത്ത് ആയിരിക്കുന്നു. അപ്പോൾ അന്ന് അദ്ദേഹത്തോട് പറഞ്ഞൊരു ഒരു വചനമുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് വേറെ ദേവദാസ് കുറിപ്പുണ്ട്, മകനെ, ഒരു വാഴക്കുലയിലെ ഒരു കാ പഴുത്താല് മറ്റുള്ള കായും പഴിക്കുമെങ്കിൽ നിന്റെ കുടുംബത്തിൽ നിന്ന് ഒരാൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ള എല്ലാവരെയും തന്നെ ഇതിലേക്ക് ഞാൻ വിളിച്ചു വേർതിരിക്കുന്ന ദിവസങ്ങൾ വിദൂരമല്ല എന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്റെ പ്രിയ സഹോദരനോട് പറയാനിടയായി. അതിന് ദീർഘ 10 വർഷക്കാലം അദ്ദേഹം പ്രാർത്ഥിക്കുവാനിടയായി. 10 വർഷം പ്രാർത്ഥന ശേഷമാണ് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഓരോരുത്തരായിട്ട് ഇറങ്ങുവാനിടയായി. എന്റെ വേറെ അനിയനുണ്ടായിരുന്നു, വളരെ എതിരായിരുന്നു. പുള്ളി സൗദി അറേബ്യയില് സ്നാനപ്പെടുവാൻ ദൈവം ഇടയാക്കി. മൂത്ത പെങ്ങളുണ്ടായിരുന്നു, പെങ്ങൾ വളരെയധികം എതിരുന്നതാണ്. പക്ഷെ പെങ്ങളും കുടുംബം വിശ്വാസമാണ്. പെങ്ങളുടെ മകൻ ഇപ്പോൾ പാൽകൾ വിലയിലായിരിക്കുന്നു. പ്രിയരെ, നമ്മൾ ഒരുപക്ഷെ ഇതുമാതിരിയുള്ള പ്രശ്നങ്ങളെ, ചോദ്യത്തെ അഭിഹരിക്കേണ്ടി വരും. കാരണം നീ മാടനാണെന്ന്, നീ മടയനാണെന്ന്, നീ ഫോഷനാണെന്ന്, നീ ഫൂളാണെന്നൊക്കെയും പറയും. പക്ഷേ ഇതുമായിട്ടുള്ള ചോദ്യം വരുമ്പോൾ നാം പതറിപ്പോകാൻ പാടില്ല. നമ്മളെ വിളിച്ചവൻ വിശ്വസ്തനാണ്. അവൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ, വിളിച്ചു വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ പ്ലാനും പദ്ധതിയും നമ്മൾ കൂടി പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. നാം വായിച്ച വേദഭാഗത്തിൽ നമുക്ക് വീണ്ടും വേണമെങ്കിൽ വരാം. ഈ പ്രിയ മാതാവിനോട് ചോദിച്ചപ്പോൾ മറ്റുള്ളവരുടെ മുൻപാകെ യേശുവിനെ ഉയർത്താൻ സാധിക്കാതെ, യേശുവിനെ തള്ളിപ്പറഞ്ഞത്, അതോ യേശുവിനെ ഉപേക്ഷിച്ചിട്ട് അവര് ആ സത്യമൊന്ന് തുറന്നു പറയുവാൻ അവർക്ക് സാധിച്ചില്ല. ഇവിടെ കാണുന്നല്ലോ. എന്നാൽ എന്റെ കണ്ണ് തുറന്നത് എങ്ങനെയെന്നോ ഞാൻ അറിയുന്നില്ല, അവന്റെ കണ്ണ് ആർ തുറന്നു എന്നും അറിയുന്നില്ല. അവനോട് ചോദിപ്പീൻ, അവന് പ്രായമുണ്ടല്ലോ, അവൻ തന്നെ പറയുമെന്ന് ഉത്തരം പറയുവാനിടയായി. ഈ പ്രിയ മാതാവ്, ഈ പ്രിയ പിതാവ് പോലും ഈ മകനോട് കൂടെ ചേർന്ന് നിൽക്കാൻ സാധിച്ചില്ല. പലപ്പോഴും വചനത്തിലുണ്ടല്ലോ, നമ്മുടെ മാതാപിതാക്കൾ പോലും നമ്മളെ മറന്നു പോകും. നമ്മുടെ ലോകത്തിലെ മാതാപിതാക്കൾ, നമ്മുടെ സഹോദരങ്ങള് നമ്മളെ മറന്നു പോകും, ഉപേക്ഷിക്കും. നമുക്കറിയാം, ദാവീദിന്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാമല്ലോ. ദാവീദ് പോലും ഒരു സാഹചര്യത്തിൽ പറഞ്ഞു, എന്റെ മാതാവിന്റെ പിതാവിനെ മറന്നിരിക്കുന്നു. പ്രിയ, എന്നാൽ ഒരു കാര്യം ഈ രാത്രിക്കാരൻ മനസ്സിലാക്കുക, മറക്കാത്തവൻ യേശുവാണ്, മാറാത്തവൻ യേശുവാണ്. വാക്ക് പറഞ്ഞാലും മാറിയില്ല, അവൻ നിവർത്തിക്കുക തന്നെ ചെയ്യും. കർത്താവാണ് നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. ആ കർത്താവിന്റെ സ്നേഹം എത്ര വലുതാണ്. നമുക്ക് അതിന് മുന്നോട്ട് പോകാം. ഈ മാതാപിതാക്കൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാനിടയായെന്ന് വെച്ചാൽ, യഹൂദന്മാരെ ഭയപ്പെടുന്നത്രേ അവന്റെ അമ്മയപ്പന്മാർ ഇങ്ങനെ പറഞ്ഞത്, അവനെ ക്രിസ്തു എന്ന് ഏറ്റു പറയുന്നവൻ പള്ളിഭക്ഷനാകണം എന്ന് യഹൂദന്മാർ തമ്മിൽ പറഞ്ഞു വെച്ചിരുന്നു. ഇത് പറഞ്ഞു കഴിഞ്ഞാല് ഇവരെ പള്ളിയിൽ നിന്ന് ഔട്ടാക്കും. ഒത്തിരി പേരെയൊക്കെ പണ്ടൊക്കെ പല പള്ളിയിൽ നിന്നും ഔട്ട് ആക്കിയാണ്. നമുക്ക് ഏവർക്കും ചരിത്രം അറിയാമല്ലോ. എന്നാൽ ഇപ്പം വലിയ അധികമായിട്ട് ആരെയും ഔട്ടാക്കുന്ന കാര്യം പലർക്കും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഔട്ടാക്കിയാൽ ഒരു പക്ഷേ ചിലപ്പം ഇത് വളരെ ശുഷ്കിച്ചു വന്ന്. അതുകൊണ്ട് എപ്പോഴും പറയുന്നത്, വിശ്വാസിപ്പോയോ, പക്ഷേ ഇവിടെ തന്നെ അങ്ങ് നിന്നാ മതി, എങ്ങും പോട്ടെ, ഇവിടെ തന്നെ എല്ലാം ഉണ്ടല്ലോ. സ്നാനപ്പെട്ടതിന് ശേഷമൊക്കെ ആണെങ്കിലും ഇവിടെ തന്നെ നിന്നോളൂ. ഇവിടെ ഇന്ന് ഈ ദിവസം ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അന്ന് തന്നെ ഉണ്ടായിരുന്നു. ഈ പള്ളി ഫസ്റ്റർ
ആക്കും എന്നുള്ള പേടിയാല് മാതാപിതാക്കൾ പോലും ഈ അവരുടെ സ്വന്തം മകനെ സപ്പോർട്ട് ചെയ്യാത്തതായുള്ള ഒരു സാഹചര്യം ഉണ്ടായി. ഞാൻ സമയം തീരാറായല്ലോ, വേഗത്തിൽ അടുത്ത പോസ്റ്റിലേക്ക് പോട്ടെ. ഇവിടെ കൊണ്ടും ചോദ്യം തീർന്നില്ല, വീണ്ടും ചോദ്യം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഹാല്യ കുരുടനായിരുന്ന മനുഷ്യനെ അവർ രണ്ടാമത് വീണ്ടും വിളിച്ചു. ദൈവത്തിന് മഹത്വം കൊടുക്കുക. ആ മനുഷ്യൻ പാപി എന്ന് ഞങ്ങൾ അറിയുന്നുവെന്ന് ഇവനോട് പറയാനും ഓക്കെ. എവിടെ ആ കാര്യങ്ങൾ എങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ആദ്യം അവന് ഒരു ചോദ്യം ചോദിച്ചു, ആര് സൗഖ്യം തന്നു, എവിടെ സൗഖ്യം, എപ്പം തന്നു, എല്ലാം ചോദിച്ചു. ശവത്ത് നാളിലായിരുന്നു, എല്ലാം ചോദിച്ചു. ഇപ്പോൾ ഇവിടെ പറയുകയാണ്, നിനക്ക് സൗഖ്യം തന്നവൻ പാപിയായിരുന്നു. അവൻ പാപി ആയിരുന്നു എന്ന് പറഞ്ഞു. അതിനെ ഈ സൗഖ്യം പ്രാപിച്ച കുരുടനായവൻ പറയുന്നു, അവൻ പാപിയോ അല്ലയോ എന്ന് ഞാൻ അറിയുന്നില്ല. ഒന്ന് ഞാൻ അറിയുന്നു, ഞാൻ കുരുടനായിരുന്നു, ഇപ്പോൾ കണ്ണു കാണുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഞാൻ കുരുടനായിരുന്നു, ഇപ്പോൾ കണ്ണു കാണുന്നു എന്ന് അവൻ പറഞ്ഞു. പ്രിയരെ, ഇതൊരു പക്ഷേ നമുക്കും പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഒരു കാലത്ത് നമ്മളും കുരുടന്മാരായിട്ടാണ് ജീവിച്ചിരുന്നത്. ലോകത്തിന് അനുരൂപപ്പെട്ട് അന്ധകാരത്തിൽ ഇരുളിന്റെ പ്രവർത്തനം ഇഷ്ടപ്പെട്ട് യേശുവിനെ അറിയാതെ, യേശുവിന്റെ പ്ലാനും പദ്ധതിയും മനസ്സിലാക്കാതെ, യേശു കാണിച്ചിരുന്ന വഴിയിൽ കൂടി സഞ്ചരിക്കാതെ നമ്മുടെ വഴിയിൽ കൂടി ഈ ലോകത്തോട് അനുരൂപപ്പെട്ട് ഈ ലോകത്തിന്റെ ചിന്താതിൽ കൂടി ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ മഹാസ്നേഹം കാരണം, ദൈവത്തിന്റെ അഗാധമായുള്ള ആ സ്നേഹം കാരണത്താൽ എന്നെയും നിങ്ങളെയും നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ കുരുട്ടിനെ മാറ്റി, നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ മന്ദതയെ മാറ്റി, നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ബ്ലൈൻഡ്നെസ്സിനെ മാറ്റി, ദൈവത്തിന്റെ വലിയ സ്നേഹത്താൽ നമ്മയും വിളിച്ച് വേർതിരിച്ച് ഈ ആത്മീയ കണ്ണ് നമ്മുടെ ജീവിതത്തിന്റെ ആത്മീയ കണ്ണുകളെ പ്രകാശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ ദിവസങ്ങൾ നാം ശക്തമായി കർത്താവിനോട് ചേർന്ന് ജീവിപ്പാൻ ബാധ്യസ്ഥരാണ്. ലോകത്തിൽ നിന്നെല്ലാം പ്രതികൂലങ്ങൾ വരട്ടെ, ലോകത്തിന് തിരമാലകള് നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കട്ടെ, പ്രയാസങ്ങൾ ഈ ജീവിതത്തിൽ ആഞ്ഞടിക്കട്ടെ, കഷ്ടതകൾ വരട്ടെ, രോഗങ്ങൾ വരട്ടെ, ഒരു കാര്യം മനസ്സിലാക്കുക, ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം നമ്മുടെ ഹൃദയക്കണികളെ തുറന്നിട്ടുണ്ടെങ്കിൽ, ഇനിയുമുള്ള ശിഷ്ടമുള്ള ആയുസ് നാം കർത്താവിനോട് ജീവിപ്പാൻ ബാധ്യസ്ഥരാണ്. അടുത്തതായിട്ട് ഇവിടെയും ചോദ്യം തീർന്നില്ല, എന്റെ സമയം തീർന്നല്ലോ, ഞാൻ വേഗത്തിൽ നിർത്തിട്ട് ഹാലിയ അവന് ചോദ്യം തീർന്നില്ല. അടുത്ത വീണ്ടും ഒരു ചോദ്യം കൂടെ വായിക്കുന്നു. 27-ാം വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണാൻ സാധിക്കുന്നുണ്ടോ? അവൻ നിനക്ക് എന്ത് ചെയ്തു, നിന്റെ കണ്ണ് എങ്ങനെ തുറന്നു എന്ന് ചോദിച്ചു. അതിനും അവൻ, ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ, നിങ്ങൾ ശ്രദ്ധിച്ചില്ല, വീണ്ടും കേൾപ്പാൻ ഇച്ഛിക്കുന്നു, എന്ത് നിങ്ങൾക്കും അവന്റെ ശിഷ്യന്മാർ ആകുവാൻ മനസ്സുണ്ടോ എന്ന് ഉത്തരം പറഞ്ഞു. ഈ വാക്യമായിരുന്നല്ലോ നാം തുടക്കത്തിൽ വായിച്ചത്, 9-ാം അധ്യായത്തിൽ 27-ാം വാക്യം. ഹല്ലേലൂയ. അതിന് അവൻ, ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞു, ഞാൻ സൗഖ്യം പ്രാപിച്ച വിധം എങ്ങനെ ലഭിച്ചു, ആരെനിക്ക് തന്നു, എല്ലാം പറഞ്ഞു, പക്ഷെങ്കിൽ നിങ്ങളെ കേട്ടു മനസ്സിലായില്ല. ഹല്ലേലൂയ. ഇവിടെ അവൻ ചോദിക്കുകയാണ്, നിങ്ങൾക്കും അവന്റെ ശിഷ്യന്മാരാകുവാൻ മനസ്സുണ്ടോ എന്ന് ഉത്തരം പറഞ്ഞു. ഈ സൗഖ്യം പ്രാപിച്ച വ്യക്തി അടങ്ങിയിരുന്നില്ല. പിന്നെ കണ്ണ് തുറക്കപ്പെട്ട ഈ കുരുടനായ വ്യക്തി പിന്നെ അടങ്ങിയിരുന്നില്ല. അവന്റെ മുന്നിൽ ആരാ നിൽക്കുന്നെന്ന് അവൻ നോക്കിയില്ല. പരീശന്മാരാണോ, പള്ളിപ്രമാണിയാണോ, അച്ഛനാണോ, പുരോഹിതന്മാരാണോ ഒന്നും പറയുന്നില്ല. അവൻ ഒരു പ്രാവശ്യം സൗഖ്യം കിട്ടിയപ്പോൾ, അവന്റെ ജീവിതത്തിൽ വിടുതൽ ലഭിച്ചപ്പോൾ, അവൻ ഉടനെ തന്നെ സുവിശേഷത്തിന് വേണ്ടി അവനെ സമർപ്പിച്ചു. അവനിൽ നിന്ന് പേടി മാറി, ഭീതി മാറി. അവനെ അഭിനയിക്കേണ്ട വ്യക്തിജീവങ്ങൾ ആരാന്ന് അവൻ ചിന്തിച്ചില്ല. അവനെയും പള്ളിയിൽ നിന്ന് ഔട്ടാക്കുമെന്നൊന്നും ചിന്തിച്ചില്ല. അവൻ പേടിച്ചില്ല. അവൻ പറയണ, നിങ്ങൾക്ക് വലിയ ശിഷ്യനാകാൻ മനസ്സുണ്ടോ, നിങ്ങൾക്ക് മടങ്ങി വരാൻ മനസ്സുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെയാണ് ഈ രാത്രിക്കാൽ നമുക്കൊരു സ്വയം പരിശോധനയ്ക്ക് വേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കേണ്ടത്. പ്രിയരെ, അല്പം പ്രയാസത്തോട് ഞാൻ പറയുന്നെങ്കിലും ഈ വാക്യം തെരഞ്ഞെടുത്തപ്പോൾ എന്റെ ഉള്ളില് വലിയൊരു ചോദ്യചിഹ്നം ഉണ്ടായിരുന്നു. ദൈവം ഇതിൽ നിന്നൊക്കെ, ഈ പഴയ അനുഭവത്തിൽ നിന്ന്, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രാവശ്യം വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തന്നെ
തിരഞ്ഞെടുക്കപ്പെട്ട ജാതി രാജകീയ പുരോഹിതവർഗം വിശുദ്ധ വംശം സ്വന്തം ജനമായിട്ടൊക്കെ നമ്മളെ തിരഞ്ഞെടുത്തു. പക്ഷെ ഒരു കാര്യം ഞാൻ എന്റെ കാര്യത്തിൽ ഞാൻ പറയട്ടെ, ദൈവം നമ്മളെ അങ്ങനെ വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവിന് വേണ്ടി നാം ഇന്ന് വരെ എത്രമാത്രം പ്രയോജനപ്പെട്ടു, കർത്താവ് തന്റെ താളത്തിൽ നാം എത്രമാത്രം വിനിയോഗിച്ചു. വളരെ ഖേദമെന്ന് പറയട്ടെ, ഈ നമ്മുടെ ദേവദാസൻ പാസ്റ്റർ തോമസ് പാസ്റ്റർ എന്നെ താനായുള്ള ആ 2 പ്രാവശ്യം അവിടുത്തെ മീറ്റിംഗിൽ എന്നെ വിളിച്ചു. ഓഫീസ് സംബന്ധമായുള്ള ബിസി കാരണത്താല് എനിക്കതിൽ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല. കൂടാതെ അദ്ദേഹം നടത്തുന്ന പ്രവർത്തനങ്ങളെ പറ്റി അറിഞ്ഞപ്പോൾ അവിടെ ഛത്തീസ്ഗഡ് മറ്റോ വിസിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അന്നേരം ആ സമയത്ത് പറ്റില്ല. എന്നാൽ ഞാൻ തീരുമാനിച്ചിരുന്നു ദൈവം അനുവദിക്കുന്നെങ്കിൽ ഈ വർഷം പോകണമെന്നാണ് വിചാരിച്ചത്. പക്ഷെങ്കിൽ ഇങ്ങനൊരു സാഹചര്യം ഇടയാക്കല്ലോ. നാം ഈ രാത്രികാലം നോക്കുക, എപ്പോഴും ചിലപ്പോൾ നമുക്ക് സമയം കിട്ടിയെന്ന് വരില്ല. സമയം തക്കത്തിൽ ഉപയോഗിക്കണം. എനിക്ക് വളരെയധികം ആത്മഭാരത്തോടെ ഞാൻ പറയട്ടെ, പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ട് ഈ ആത്മീയകാര്യത്തിൽ നമ്മുടെ ക്ഷീണമോ അഥവാ രോഗമോ ഒക്കെ പറഞ്ഞാൽ സൗണ്ട് മ്യൂട്ടായിരിക്കുന്നു. സൗണ്ട് കേൾക്കുന്നില്ലേ? മൈക്ക് ഓൺ ചെയ്താട്ടെ. മൈക്ക് ആത്മീയകാര്യത്തിൽ നിന്ന് നാം പല ഉപാധികളും പറഞ്ഞ് ആത്മീയകാര്യത്തിൽ നിന്ന് ഉപാധികൾ പറഞ്ഞ് ആത്മീയകാര്യത്തിൽ നമ്മൾ പിന്മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നാം പശ്ചാത്തപിക്കല്ലോ, ഇപ്പോൾ നമുക്ക് വെളിയിൽ പോയി പറയാൻ പോലും സാധിക്കാൻ വയ്യാത്തൊരു അവസ്ഥയായിരിക്കുന്നല്ലോ. എന്നാൽ എന്റെ പ്രിയരെ, ഈ രാത്രികാലം ഞാൻ നിങ്ങളോട് പറയട്ടോ, ദൈവം ഇനി അവസരം ഒരുക്കുന്നുണ്ടെങ്കിൽ ഈ കോവിഡിന്റെ കാലഘട്ടം കഴിഞ്ഞ ശേഷം ദൈവം അവസരം തരുന്നുണ്ട്. ആശിനെ കർത്താവ് ദീർഘിപ്പിക്കുന്നുണ്ട്. കർത്താവിന് വേണ്ടി ഒന്ന് സുവിശേഷിപ്പാൻ, കർത്താവിനെ മടി കൂടാതെ മറ്റുള്ളവരുടെ മുൻപാകെ ഉയർത്തുവാൻ, കർത്താവിനെ നമുക്ക് കിട്ടിയിരിക്കുന്ന എങ്ങനെ ലഭിച്ചുവെന്ന് മറ്റുള്ളവരുടെ മുൻപാകെ മടികൂടാതെ എന്ന് പറയുവാന് ആരുമായിക്കോട്ടെ കർത്താവിന് വേണ്ടി ജീവൻ കൊടുക്കേണ്ടി വന്നാലും കർത്താവിന് വേണ്ടി ശക്തമായി മുന്നേറുവാൻ ദൈവം നമ്മളെ ഇടാക്കട്ടെ, ഒരു സമർപ്പണത്തിലേക്ക് നയിക്കട്ടെ. ഹാലിയ, നിങ്ങൾക്കും അവന്റെ ശിഷ്യന്മാരാകുവാൻ മനസ്സുണ്ടോ? ഹാലേലിയ. അന്ധകാരത്തിൽ നമ്മളെ വിളിച്ചു വേർതിരിച്ചു, ഇരുട്ടിന്റെ അവസ്ഥ വിളിച്ചു വേർതിരിച്ചു, നമ്മുടെ ഹൃദയദൃഷ്ടി അവൻ പ്രകാശിപ്പിച്ചു. ഉന്നതമായ ആത്മീയ ദർശനം നൽകും, മക്കളായി തീർത്തു, അവകാശങ്ങളായി തീർത്തു. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ ആദ്യം നാം ഇനിയും ഈ ലോകത്തിനോട് അനുരൂപപ്പെട്ട് ജീവിക്കാൻ അനുവദിക്കാതെ ആദ്യം വിശ്വാസ നായകനും പൂർത്തിനുമായ യേശുവിനെ നോക്കിക്കൊണ്ട് നമ്മുടെ വിശ്വാസയാത്ര നമുക്ക് മുന്നോട്ട് നയിക്കാം. ആദ്യം കർത്താവേ പ്രിയരെ, നാം ഇവിടെ താൽക്കാലികമായിട്ട് ജീവിക്കുകയാണ്. ഈ ലോകത്തിൽ കാണുന്നതൊക്കെ നഷ്ടപ്പെടുന്നതാണ്. നാം ഈ ലോകത്തിൽ നാം സമ്പാദിച്ചുകൊണ്ട് നമ്മുടെ കയ്യിലുള്ളത് ഒക്കെയും നഷ്ടപ്പെടും. എന്നാൽ നഷ്ടപ്പെടാത്തതൊന്നുണ്ടോ? നിത്യമായതൊന്നുണ്ടോ? അതിനുവേണ്ടി ഈ ദിവസം നമുക്ക് തീഷ്ണതയോടെ പ്രത്യാശയോടെ കാത്തിരുന്ന് മുന്നേറാം. വരുവാൻ പറ്റി ഓർക്കുമ്പോൾ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നെണ്ണിക്കൊണ്ട് ഈ ലോകത്തിന്റെ പക്ഷേ ഭാരമോ പ്രയാസമോ കഷ്ടതയോ പഴിയോ ദൂഷ്യോ രോഗമോ എന്തെന്നായിരുന്നാലും വരുവാൻ പറ്റി ഓർക്കുമ്പോൾ ഇതൊന്നും സാരമില്ല എന്നെണ്ണിക്കൊണ്ട് നമ്മുടെ മരുഭൂമി യാത്ര മുന്നോട്ട് നയിക്കാം. കർത്താവിനോട് പറയാം, കർത്താവേ, കഴിഞ്ഞ കാല ജീവിതത്തിൽ വീണ്ടും നമുക്കൊണ്ട് പ്രയോജനപ്പെടാൻ സാധിച്ചില്ല. ആ കുറവുകളെ ക്ഷമിക്കണമേ. ഒന്നുകൂടി അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. നമുക്കേറ്റ് പറയാം, let us surrender, let us submit ourselves to the mighty hand of Jesus. കർത്താവ് അവസരം ഒരുക്കുന്നെങ്കിലും വരും ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാം. മറ്റുള്ളവരുണ്ടാകാൻ നമുക്ക് യേശു ഉയർത്താം. അല്ലെങ്കിൽ കർത്താവിന്റെ ശിഷ്യന്മാരാകാം, കർത്താവിന്റെ വേലയിൽ പങ്കാളിയാകാം. അനേക രാജ്യങ്ങളോട്ട് പ്രാർത്ഥിക്കാം, നമ്മുടെ രാജ്യത്തെ പ്രാർത്ഥിക്കാം. അനേകരുടെ വിടുതലിന് വേണ്ടി ദൈവസ്ഥലം ജാഗരിക്കാം. അനേകരുടെ കർത്താവെ കർത്താവിന്റെ അംബാസിഡേഴ്സ് നമ്മളിവിടെ അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ്. ആദ്യം നമ്മൾ വെളിച്ചമായിട്ട് കണ്ടിരിക്കുകയാണ്. കർത്താവെ ഹാലിയ പത്രമായിട്ട് നമ്മളിവിടെ നിയോഗിച്ചിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ കർത്താവ് തന്നിരിക്കുന്ന താഴ്ന്നുള്ളത്, കർത്താവ് തന്നിരിക്കുന്ന ഉത്തരവാദിത്വത്തോടെ നമുക്കത് വിനിയോഗിക്കാം. തന്നിരിക്കുന്ന താഴ്ന്നൊന്നും കുഴിച്ചിടാതെ അത് വിനിയോഗിക്കുക. നല്ല വിശ്വസ്തനമായ ദാസൻ എന്നുള്ള വിളി കേൾക്കാൻ തക്കണം. കർത്താവിന്റെ വരവെങ്കിൽ ആ ഒരു ശബ്ദം കേൾക്കാൻ കർത്താവെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ മുന്നോട്ട് നയിക്കാം. ദൈവം ഈ വചനം നമ്മളേവരെയും സഹായിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ വിരമിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം തന്ന ദൈവദാസനോ ഇതിൻ്റെതായുള്ള എല്ലാ ചുമതലപ്പെട്ടവർക്കും എല്ലാവർക്കും എന്റെ നന്ദി രേഖപ്പെടുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയില് ഞങ്ങളെയും കുടുംബമായിട്ട് ഓർക്കണമേ. കർത്താവിന്റെ താഴ്ന്നകള് കർത്താവിന്റെ വിനിയോഗിപ്പാൻ കുടുംബമായിട്ട് ഞങ്ങളെ ഇടയാക്കണമെന്ന് യോശുവ പറഞ്ഞപ്പോൾ ഞാനും എന്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിക്കുന്നു പറഞ്ഞതുപോലെ കുടുംബമായിട്ട് കർത്താവിനെ സേവിച്ച് മുന്നേറുവാൻ ഞങ്ങളെ തെളിവിൽ സമർപ്പിക്കുകയും നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ദൈവം നമ്മേവരെയും സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. നല്ല ഒരു ആത്മീയ ദൂത് നമ്മൾക്കായി പ്രിയ ദൈവദാസൻ ഒരുക്കിക്കൊണ്ട് വന്നല്ലോ.
നിങ്ങൾ എല്ലാവരും അത് ആത്മാർത്ഥമായിട്ട് കേട്ട് നിങ്ങൾ അതിന്റെ ടേസ്റ്റ് മനസ്സിലാക്കി ഞാൻ വിശ്വസിക്കുകയാണ്. വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു അധ്യായമാണ് യോഹന്നാന്റെ സുവിശേഷം 9-ാമത്തെ അധ്യായം. അതിന്റെ നമ്മൾ 27-ാമത്തെ വാക്യത്തില് വായിച്ചാണ് അദ്ദേഹം തുടങ്ങിയത്. സ്തോത്രം. യേശു ക്രിസ്തു പറഞ്ഞത്, നിങ്ങൾ ഭൂലോകം ഒക്കെ സഞ്ചരിച്ച് സകല സുവിശേഷം അറിയിച്ച് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവാനാണ് യേശു ക്രിസ്തു പറഞ്ഞത്. എത്ര അർത്ഥവത്തുള്ള ഒരു വാക്യമാണ് 27-ാമത്തെ വാക്യം. സ്തോത്രം. സകലരെയും ശിഷ്യരാക്കുവാൻ. ഒരു കുരുടൻ തന്റെ ചെറുപ്രായത്തിൽ, അതായത് താൻ ജനിച്ച നാൾ മുതലേ കുരുടനായിരുന്നു. അദ്ദേഹം ജീവിതത്തിൽ ഒന്നും തന്നെ കണ്ടിട്ടില്ല, ഭിക്ഷ അയച്ച് നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നാല് ഒരു ദിവസം യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ തനിക്കുണ്ടായ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. തന്റെ കണ്ണിന് കാഴ്ച കിട്ടി. ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം തനിക്ക് എന്തെങ്കിലും ഭൂമിയില് തന്റെ മാതാപിതാക്കളെയെങ്കിലും ഒന്ന് കാണണമെന്നുള്ള ആഗ്രഹം ആ പ്രിയപ്പെട്ടവർ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു കാണും. ദൈവം ഹല്ലേലൂയ പ്രവർത്തിച്ചു. യേശു ക്രിസ്തുവിനാൽ സൗഖ്യം പ്രാപിച്ച വ്യക്തി തന്നെ പല രീതിയിൽ പീഡിപ്പിക്കുവാനായിട്ട് പരീശന്മാരെ വട്ടം കൂടി വന്നപ്പോൾ പരീശന്മാരോട് പറയുന്നതാണ്, സ്തോത്രം, എന്നെ സൗഖ്യമാക്കിയത് ആരെന്ന് നീ അറിയത്? എനിക്ക് സൗഖ്യം കിട്ടി, ഇത്ര മാത്രമേ ഉള്ളൂ. ഞാൻ വിശ്വസിച്ചു, സൗഖ്യം കിട്ടി. നിങ്ങൾക്കും ആ പ്രിയപ്പെട്ടവരിൽ നിങ്ങൾ വിശ്വാസിയാകുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾ വിശ്വസിക്കുക. ഇങ്ങനെയാണ് ഇരിക്കുന്നത്, നിങ്ങൾക്കും അവന്റെ ശിഷ്യൻ ആകുവാൻ മനസ്സുണ്ടോ? ഇത് നല്ലൊരു എന്തോ ഉപദേശമാണ് കൊടുത്തത്. സുവിശേഷം പ്രസംഗിക്കുമായിരുന്നു. സൗഖ്യമായി മണിക്കൂറുകൾ കഴിഞ്ഞതേ ഉള്ളൂ, സുവിശേഷ പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു. സ്തോത്രം. അതും പരീശന്മാരുടെ ഇടയിൽ അവരെ കൂടി കർത്താവിന് വേണ്ടി ശിഷ്യരാക്കുവാനുള്ള തന്റെ ആഗ്രഹം. സ്തോത്രം. ഇതുപോലെ അനേകരെ കർത്താവിന് വേണ്ടി നേടുവാൻ സ്തോത്രം തന്റെ ജീവിതത്തിൽ സാധിച്ചു കാണും ഞാൻ വിശ്വസിക്കാണ്. അതൊന്നും ഇതിവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. നമ്മുടെ ജീവിതത്തിൽ എത്രയോ നന്മകളാണ് കർത്താവ് ചെയ്തിട്ടുള്ളത്, എത്ര ഉപകാരങ്ങൾ ചെയ്തു. സ്തോത്രം. അതിന് പ്രത്യുപകാരമായിട്ട് നാം കർത്താവിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് ഈ ദിവസങ്ങളിൽ നാം വളരെ ചിന്തിക്കേണ്ട സമയമാണ്. സ്തോത്രം. എത്രയോ രോഗികൾ ഈ രോഗത്തിൽ ഭാരപ്പെടുന്ന സമയത്ത് നമ്മെ കർത്താവ് ആരോഗ്യത്തോടെ സൂക്ഷിച്ചല്ലോ. ആ ദൈവത്തിന് നന്ദി കരുതിക്കൊണ്ട് ചിലരെയെങ്കിലും കർത്താവിന് വേണ്ടി നേടുവാൻ. സ്തോത്രം. എന്റെ അമ്മയപ്പന്മാര് പ്രയാസപ്പെട്ടു, ഭാരപ്പെട്ടു, ഭയപ്പെട്ടു, പള്ളിപ്രഷ്ടരാകും. അവരെ ഭയപ്പെട്ട് നിങ്ങൾ അവനോട് തന്നെ ചോദിച്ചെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയപ്പോൾ ആ യൗവനക്കാരൻ തനിക്ക് ലഭിച്ച നന്മ ദൈവം ചെയ്ത ഉപകാരമാണെന്ന് ഓർത്തുകൊണ്ട് ദൈവത്തിന് നന്ദി കരയറ്റി അവരോട് സുവിശേഷം പ്രസംഗിച്ച് അവരോട് ചോദിക്കുകയാണ്, നിങ്ങളും യേശുവിന്റെ ശിഷ്യരാകുവാൻ താല്പര്യമുണ്ടെങ്കിൽ കടന്നു പോകാൻ വിളിച്ചത്. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പ്രിയ കർത്താവിന്റെ ദാസനാൽ തന്റെ അനുഭവ സാക്ഷ്യമൊക്കെയും പറഞ്ഞുള്ളൂ. തന്റെ രക്ഷയുടെ മാർഗത്തിലേക്ക് വരുവാനുണ്ടായ സാഹചര്യവും അതിന്റെ കാരണങ്ങളൊക്കെയും നമ്മൾ കേട്ടല്ലോ. സ്തോത്രം. ആ പ്രിയപ്പെട്ടവനെ നമുക്ക് ധാരാളമായി ദൈവത്തിന് വേണ്ടി ഇനിയും പ്രയോഗിക്കുവാനായിട്ട് ദൈവം എടുത്ത് ഉപയോഗിക്കട്ടെ. ഇതിനായി പ്രാർത്ഥിക്കാം. തന്റെ കുടുംബത്തെയും കർത്താവിടുത്തെ കുഞ്ഞുങ്ങളെ ഇവരെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. നമ്മുടെ മീറ്റിംഗ് ഇന്നിവിടെ അവസാനിക്കുകയാണ്. ഈ മീറ്റിംഗിന്റെ സ്തോത്രം ഹല്ലേലൂയ ലാസ്റ്റ് പ്രേയർ ആൻഡ് ബെഡിക്റ്റ് അത് ഞാൻ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സ്ക്രീനിൽ വന്നിട്ടുണ്ടല്ലോ അല്ലേ, പാസ്റ്റർ ടി എ എബ്രഹാം ബാംഗ്ലൂരിൽ നിന്ന് ഇനി അവസാനത്തെ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഇന്നത്തെ മീറ്റിംഗ് ഇവിടെ അവസാനിപ്പിക്കുന്നതായിരിക്കും. സ്വർഗപിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച മാറ്റമില്ലാത്ത വചനത്തിനായി ഞങ്ങൾ തിരുവനെ സ്തുതിക്കുന്നു. കർത്താവ് വചനം പറഞ്ഞതിന്റെ ദാസനെ കർത്താവ് അനുഗ്രഹിക്കണമേ. നാഥ, അന്ന് കുരുടൻ അവന്റെ കണ്ണ് കുരുടാണെന്ന് മനസ്സിലാക്കി കർത്താവിനെ അപ്രോച്ച് ചെയ്തുകൊണ്ടാണല്ലോ അവൻ സൗഖ്യമായത്. അപ്പോൾ തന്നെ കണ്ണ് കാണുമെന്ന് ചിന്തിച്ച അനേകരും ആത്മീകമായി കുരുടരായിരുന്നല്ലോ. ഇന്നും കർത്താവെ, നിന്റെ ജനത്തിന്റെ മധ്യ അനേകര് ആ സിറ്റുവേഷനിലാണ്. അതുകൊണ്ട് ഞങ്ങളുടെ കുരുട്ടുള്ള അവസ്ഥകളെ ഒക്കെയും കർത്താവ് വാസ്തവമായി ഞങ്ങളെ റിയലൈസ് ചെയ്യാൻ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട് തങ്ങളെ തന്നെ ചതിക്കുന്നവരാകാതെ അതിനെ ചെയ്യുന്നവരായിരിക്കാൻ നിന്റെ വചനത്തിൽ ഞങ്ങളോട് പറയുന്നുണ്ടല്ലോ കർത്താവേ. അതുകൊണ്ട് ഭയത്തോടും വിറയലോടും കൂടെ ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് ഞങ്ങളോട് കർത്താവ് കൽപ്പിച്ചിരിക്കാൻ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അരിഷ്ടനും മനസ്സ് വേർന്നവനും എന്റെ വചനത്തിങ്കിൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കുമെന്നാണല്ലോ എഴുതിയിരിക്കുന്നത്. ആകയാൽ ഞങ്ങൾ ഒരു വചനവും കർത്താവേ തള്ളിക്കളയാതെ അത് നിലത്ത് വീഴാൻ സമ്മതിക്കാതെ കർത്താവിന്റെ സന്നിധിയിൽ ജീവിപ്പാൻ കൃപ ചെയ്യണമേ. വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും കൂട്ടായ്മയും
വചനം കേട്ട എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം.